بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما ينفعنا. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാം വളരെ മനോഹരമായി പൂർത്തിയാക്കി. യാതൊരു കുറവുമില്ല, അപാകതകളൊന്നുമില്ല, ന്യൂനതകളൊന്നുമില്ല. അത് കണ്ടെത്താൻ കുറേ ആൾക്കാർ അന്നും ശ്രമിച്ചു, ഇന്നും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇലാ യൗമുൽ ഖിയാമ ആ ശ്രമം തുടരുകയും ചെയ്യും. അതിൻ്റെ എല്ലാം ഭാഗമാണ് നമ്മളെ ജബ്ബാർ മാഷും നമ്മളെ ആരിഫ് ഉണ്ടല്ലോ, ആരിഫ്, പിന്നെ മറ്റേ ജുമഅക്ക് ഇമാം എന്ന ടീച്ചർ ജാമിദ, അതൊരു ജാമിദയാണ്. അതെല്ലാം അതിൻ്റെ ഭാഗമാണ്. ഐറ്റങ്ങളെ കാണുമ്പോൾ നമുക്കൊരു അത്ഭുതമൊന്നുമില്ല. അവർ ഇസ്ലാമിനെ ഇപ്പം എന്തെങ്കിലും ഒന്ന് ആക്കിക്കളയോ, അവരാ പ്രസംഗത്തിനും ക്ലാസ്സിലും ഇസ്ലാം എന്തോ തകിടം മടിഞ്ഞു പോവോ, ഒരു പേടി നമുക്കില്ല. ഇതിൻ്റെ എല്ലാം ഉപ്പാപ്പമാരും വല്യുപ്പമാരും ഇതിനേക്കാൾ വലിയവർ വന്നുപോയി ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല, സംഭവിക്കൂല. പക്ഷെ വസയ്യന ലഹുമു ശൈത്താനു അഅമാലഹും വസദ്ദഹും അനിസ് സബീൽ ഫഹും ലാ യഹ്തദൂൻ. ശൈത്താൻ അവർക്ക് തോന്നിപ്പിക്കുന്ന സംഗതി എന്താന്ന് വെച്ചാൽ നമുക്ക് ഇസ്ലാമിനെ അങ്ങ് എന്തെല്ലോ ആക്കിക്കളയാൻ പറ്റുമെന്നാണ്. നമ്മളെ ക്ലാസ്സിലും നമ്മളെ യൂട്യൂബ് ചാനലിലും നമ്മളെ വലകളിലും എഴുത്തുകളിലും ഒക്കെ കുറെ ആൾക്കാർ ഇപ്പം ഇസ്ലാമിനെതിരായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു വിപ്ലവം നമുക്കുണ്ടാക്കാം. അതൊക്കെ ദിവാസ്വപ്നമാണ്, വെറും പാഴ് സ്വപ്നം മാത്രം. കാരണം അങ്ങനത്തെ സ്വപ്നം കണ്ട ഒരാളെ പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലീദ് ഇബ്നുൽ മുഗീറ. ഇന്നത്തെ ജബ്ബാർ മാഷിനെ പോലത്തെ 1000 എന്ന് വെച്ചാലും വലീദിന്റെ അടുത്ത് എത്തൂല. അമ്മാതിരി സാധനമാണ് വലീദ് ഇബ്നുൽ മുഗീറ. ഇന്നത്തെ ബുദ്ധിമാൻ ചമയുന്ന ആരിഫ് ഉണ്ടല്ലോ, ഡോക്ടർ എന്ന തലക്കെട്ടുള്ള എന്നാൽ ഒന്നും അറിയാത്ത ആരിഫ്, അതിനെപ്പോലത്തെ ഒരു 5000 വെച്ചാലും വലീദിന്റെ അടുത്ത് എത്തൂല. അമ്മാതിരി പണ്ഡിതനും സാഹിത്യകാരനും ബുദ്ധിമാനുമാണ് വലീദ് ഇബ്നുൽ മുഗീറ. അയാൾക്ക് പറ്റിയില്ല. അങ്ങനെയുള്ള നൂറുകണക്കിന് ആളുകൾ ഇക്കഴിഞ്ഞ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയി, അവർക്കൊന്നും സാധിച്ചിട്ടില്ല, ഇവർക്കും സാധിക്കില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ വികാരഭരിതനായി അവർക്ക് മറുപടി പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ നമുക്ക് ദുആ ചെയ്യാം, അതേ പറ്റുള്ളൂ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ഖുർആന്റെ നസ്സാണ്. അവരെ ഇസ്ലാം എന്ന പ്രകാശത്തെ ഊതിക്കെടുത്താൻ ഉദ്ദേശിക്കുന്നു. ഇപ്പൊ ഊതിക്കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിരീശ്വരവാദികൾക്ക് എല്ലാ മതവും കണക്കന്നല്ലേ. ഹൈന്ദവ മതം, ക്രിസ്തു മതം, ജൂതമതം, അതേപോലെ പിന്നെ ജൈനമതം, പിന്നെ മതം ഇല്ലാത്ത മതം, അങ്ങനെ എന്തൊക്കെയുണ്ടോ ഇന്ത്യ രാജ്യത്ത് തന്നെ. ആ മതങ്ങളെ പറ്റി ഒന്നും അവർക്ക് ചർച്ചയുമില്ല, ഒന്നും പറയാനുമില്ല, ആക്ഷേപമില്ല, കളിയാക്കലുകളില്ല, പരിഹാസങ്ങളില്ല. ഇസ്ലാം മാത്രം. മാത്രമല്ല, മതം വിട്ട ആളുകൾ, ഇസ്ലാം വിട്ടവരുമുണ്ട്, ഹിന്ദു വിട്ടവരുമുണ്ട്, ക്രിസ്തു മതം വിട്ടവരുമുണ്ട്, ഇനി മതം ഇല്ലാന്ന് പറഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വന്നവരുമുണ്ട്. അവർക്കൊന്നും പ്രസ്ഥാനങ്ങളുമില്ല, സംഘടനകളുമില്ല. ഇവർക്ക് മാത്രം എക്സ് മുസ്ലിം. എന്താ ഇതിന്റെ അർത്ഥം? അവർക്കും പേടി ഇസ്ലാമിനെ തന്നെയാണ്. അവരുടെയും ചർച്ചാ വിഷയം ഇസ്ലാം തന്നെയാണ്. അവരും അവർക്ക് അല്ലാഹു കൊടുത്ത ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നത് ഇപ്പോക്ക് പോയാൽ ദീനുൽ ഇസ്ലാമിന്റെ ആ നെഞ്ചുറപ്പുള്ള തലയെടുപ്പാണ് അവരും ഭയപ്പെടുന്നത്. അതുകൊണ്ടല്ല അങ്ങനത്തെ ഒരു ടീം. ഇസ്ലാമിനോട് മാത്രം വിമർശനം, ഇസ്ലാമിനെ പറ്റി മാത്രം പറയല്, ഇസ്ലാമിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആടുന്നു ഇടുന്നു, വരികൾ പൊക്കിയെടുത്തിട്ട് കളിയാക്കല്, പരിഹസിക്കല്, വേറെ ഒന്നിനെ പറ്റി ഒരു വർത്താനമില്ല. ശരിയാണ്, അവരുടെ ഉള്ളും പറയുന്നുണ്ട് സംഭവി തന്നെയാ ശരി.
പക്ഷെ നടക്കൂല. വല്ലാഹു മുത്തിമ്മു നൂരിഹി, അള്ളാഹു അവന്റെ നൂറ് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. നമ്മൾ തവള, കുളത്തിലുള്ള കിണറ്റിലുള്ള തവളക്ക് കിണറാണ് ലോകം, കുളത്തിലെ തവളക്ക് കുളമാണ് ലോകം. അതിന്റെ അപ്പുറത്ത് കടലുണ്ട്, അറബിക്കടലുണ്ട് എന്ന് ആ തവളക്ക് മനസ്സിലാവില്ല. അതിനെ പൊക്കി അതിന്റെ അപ്പുറത്ത് ഇട്ടാലേ സുബ്ഹാന റബ്ബി ഇതെന്താന്ന് ചോദിക്കുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഇത് ഇട്ടാവട്ടത്ത് കടന്നിട്ട് ഇങ്ങനെ കളിക്കുന്നവർക്ക് തിരിയുന്നില്ല. ദീനുൽ ഇസ്ലാമിന്റെ കുതിപ്പുണ്ട് ലോകാടിസ്ഥാനത്തിൽ. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പരിശുദ്ധ ഹറമ് പോയാൽ നേർക്ക് നേരെ കാണാൻ പറ്റും. കഅബാലയത്തിന്റെ മുറ്റത്ത് നമ്മൾ കാണുന്ന പല കാഴ്ചകളും നമ്മളെ അമ്പരപ്പിക്കുന്ന കാഴ്ചകളാണ്. കാരണം അവരിൽ പലരും പരിശുദ്ധ ഖുർആനിന്റെ കോപ്പി പിച്ചി ചീന്തിയവരാണ്. പരിഹസിച്ചും കളിയാക്കിയും ചവിട്ടിയും ദേഷ്യം തീർത്തവരാണ്. പക്ഷെ ഇന്നവർ യൂറോപ്പിന്റെ തെരുവീഥികളിൽ ആ ഖുർആനും പൊക്കി പിടിച്ചിട്ട് വരൂ, ഇത് കേൾക്കൂ, ഇതിലാണ് ജീവിതമുള്ളത് എന്ന് പറയുന്ന പ്രബോധകരാണ്. അവര് കഅബാലയത്തിന്റെ മുന്നിൽ വന്നിട്ട് നിലവിളിച്ച് കരയാണ്. അവരെ കാണുമ്പം നെഞ്ചത്ത് കുരിശ്, ബാക്കിൽ കുരിശ്, അവര് പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ശരീരത്തിൽ പച്ച കുത്തിയിട്ടുണ്ട്. അങ്ങനത്തെ മനുഷ്യന്മാര് തലയോട്ടിയിൽ വരെ കുരിശു കുത്തിയ ആളുകള് കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്ന് നിലവിളിച്ച് കരയാണ്. ഇതൊന്നും തടയാനാക്കും പറ്റൂല. അതുകൊണ്ട് ഉപ്പ പണ്ട് പറയുന്നത് കേട്ടിട്ട്, ഇപ്പൊ ഒന്നുമല്ല, പണ്ടേ പറയുന്നുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിൽ അവരുടെ നേതാക്കന്മാര് കൽപ്പന പുറപ്പെടുവിച്ചത് ഇനി ഖുർആനെ വിമർശിക്കണ്ട, ഖുർആനെതിരെ എഴുതണ്ട, ഖുർആനെതിരെ പ്രസംഗിക്കണ്ട, തെരുവുകളിൽ പരിശുദ്ധ ഖുർആനെതിരെയുള്ള നിങ്ങളുടെ ഒരു പരിപാടിയും നിങ്ങൾ പരസ്യമായി നടത്തണ്ട. കാരണം അത് ഖുർആനിനോട് വെറുപ്പില്ലായ്മ ഉണ്ടായിട്ടല്ല, വെറുപ്പുണ്ട്. ഖുർആൻ ആളുകൾ സ്വീകരിച്ചാൽ നമുക്ക് പലതും നഷ്ടപ്പെടും എന്നുള്ള പേടിയുണ്ട്. പക്ഷേ വിമർശിക്കും തോറും വിമർശകര് വരെ പ്രബോധകരായി മാറുന്ന കാഴ്ചയാണ് യൂറോപ്പിൽ കാണുന്നത്. വല്ലാഹു മുത്തിമ്മു നൂരിഹി. ഇവിടെ ഈ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ കൃത്യമായിട്ട് പറഞ്ഞു, വഇൻ തതവല്ലൗ, അല്ലേ, നിങ്ങൾ പിന്മാറിയാൽ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ, ഞാൻ ഈ തന്ന് നിങ്ങൾക്ക് ആവശ്യമില്ലാണ്ട് നിങ്ങൾ പിന്മാറിയാൽ, യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്തൊരു ജനതയെ ഞാൻ നിങ്ങൾക്ക് പകരം കൊണ്ടുവരുന്ന പറഞ്ഞ് നമ്മളെ നീക്കും. നീക്കാന്ന് പറഞ്ഞാൽ നമ്മളെ നശിപ്പിക്കുന്നല്ല, നമ്മളെ ഇന്ന് ഔട്ടാക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ ആരാകുന്ന അറിയോ? കമസലിൽ ഹിമാർ, കഴുതകളായി മാറും. ഏടുകളുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്, അത് ചുമക്കുന്ന കഴുതകൾക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല, ഒരു ഭാരം മാത്രമേ അവർക്ക് ഫീൽ ചെയ്യുള്ളൂ. അതേപോലത്തെ കഴുതകളായി മാറും. എന്നാലോ പകരം നമുക്ക് പകരം കൊണ്ടുവരുന്ന ആൾക്കാരോ അവർ നിങ്ങളെ പോലെ ആയിരിക്കൂല. ദീനിന് അവരെ ആവശ്യം ഉണ്ടാവും, അവർക്ക് ദീനും ആവശ്യം. അവരെ അള്ളാഹുവും ഇഷ്ടപ്പെടും, അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായി. അതൊക്കെ വന്നു തുടങ്ങി. അതൊക്കെ നമുക്ക് വലിയ പാഠമാവണം ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ദീനുൽ ഇസ്ലാം ഇങ്ങനെ ആർക്കും തകർക്കാനൊന്നും പറ്റൂല. അതെല്ലാം വെറും വ്യാമോഹം മാത്രം. ഒന്നും അങ്ങനത്തെ ഒരു ഭയമേ മുസ്ലിമീങ്ങൾക്കില്ല. എന്നാൽ ഇസ്ലാമിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് ബോധ്യപ്പെട്ട ശത്രുക്കൾ നടപ്പിൽ വരുത്തിയ വിജയകരമായ രണ്ടാമത്തെ ദൗത്യം മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്ന് അകറ്റുക എന്നുള്ള തന്ത്രമാണ്. അത് സാധിക്കും ചെയ്തു. ഇസ്ലാമിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ അതിനെ പിടിച്ചവനെ പിറകോട്ട് വലിക്കാൻ പലതരത്തിലും സാധിച്ചിട്ടുണ്ട്. മുൻകാലഘട്ടത്തിലും ഇപ്പോഴും സാധിച്ചു കൊണ്ടിരിക്കുന്നു. അതവന് കൃത്യമായി ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ള ഈ ഖുറാഫികൾ, ഷീഈ മൊല്ലമാർ, ഉപ്പാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശരിക്കും അങ്ങനെ അതിന്റെ ഭാഗമാണെന്ന് തന്നെ തോന്നുന്നു. കാരണം ഇസ്ലാമിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ മുസ്ലിമീങ്ങൾ വലിയവരായും നേതാക്കന്മാരായും കാണുന്ന ആളുകളെ കടമെടുക്കുക. സംശയിച്ചു പോകുന്നു ജൂതന്മാര് പൈസ അയക്കുന്നുണ്ടോന്നൊക്കെ. കാരണം അങ്ങനത്തെ പണിയെടുക്കുന്നുണ്ട് അവര്. മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്ന് അകറ്റാൻ, അടുപ്പിക്കാന്നുള്ള ഭാവേനയാണ് വരിക. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒന്നും അറിയാത്ത മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് അകലെയാണ്. ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനവർ ചില മെഹ്റാബുകളും മിമ്പറുകളും കടമെടുത്തു.
മിമ്പറുകളിൽ നിന്നും മെഹ്റാബുകളിൽ നിന്നും ദീനുൽ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളെ ഇസ്ലാമിന്റെ നെടും തൂണുകളെ പോലെ അവതരിപ്പിച്ച് ആളുകളെ കൊണ്ട് വിശ്വസിപ്പിച്ച് ഇസ്ലാമിൽ നിന്ന് അങ്ങ് തന്നെ പുറത്തിട്ടു. പേരിൽ മുസ്ലിം തന്നെ, ഗവൺമെന്റ് ലിസ്റ്റിലും മുസ്ലിം തന്നെ, നാട്ടിലും വീട്ടിലും ഒക്കെ മുസ്ലിം തന്നെ, പക്ഷെ അർത്ഥത്തിൽ ഗൈറു മുസ്ലിമായി. കാരണം ഒരു മുസ്ലിം ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു. ഒരു പക്ഷേ അങ്ങനെയുള്ള ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായി കൊണ്ടാവണം മൗലവിമാര് ഖുതുബിയത്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെ ഇപ്പൊ എന്താ ഖുതുബിയത്തിലുള്ളത്? അതൊരു ദൗത്യ നിർവഹണമാണ് ജൂതന്മാരുടെ, ഷിയാക്കളുടെ. എന്ന് പറഞ്ഞാൽ ജൂത പരീക്ഷകൾ ആ വിഷയത്തിൽ ജയിച്ചു. ഈ മിമ്പർമ നിൽക്കുന്ന സഫീഹുകൾ, ഞാൻ പറഞ്ഞ അത് തെറ്റായി പോവും, കുറ്റമായി പോകും തോന്നില്ല. മിമ്പറിന്റെ മോഡ് നിൽക്കുന്ന സഫീഹുകൾ, സഫീഹിന്റെ അർത്ഥം ഒപ്പൊരുക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വിഡ്ഢി. സയഖൂലു സുഫഹാഉ എന്ന് അല്ലാഹു പറഞ്ഞാൽ വിഡ്ഢികൾ. മിമ്പറിന്റെ മോളിൽ നിന്ന് വരെ ഖുതുബിയത്തിന്റെ പോരിശകൾ പ്രസംഗിച്ചു. പരിശുദ്ധ ഖുർആനിന്റെ പോരിശ പറഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. ഖുർആൻ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് ബോധ്യാവും. ഖുർആനിലുള്ള 6000 ചില്ലാനം 114 സൂറകളിലുള്ള 6000 ചില്ലാനം ആയത്തുകളിൽ മുഴുവനും പറയപ്പെട്ടിരിക്കുന്ന കേന്ദ്ര ബിന്ദുവായ അല്ലാഹുവിനെ പറ്റി പറഞ്ഞാലും നമുക്ക് കാര്യം മനസ്സിലാവും. അല്ലെങ്കിൽ അതാണ് മിമ്പറിന്റെ മോൾന്ന് പറയേണ്ടതും. അതിന് പകരം അതിനെപ്പറ്റി ഒരു ചർച്ചയും ഇല്ലാതെ റബീഉൽ ആഖിർ മാസം വരാൻ പോവാണ്. റബീഉൽ അവ്വൽ നബിദിനത്തിന്റെ മാസം, റബീഉൽ ആഖിർ ഖുതുബിയത്തിന്റെ മാസം, ജീലാനിയുടെ മാസം. മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് ഖുതുബിയത്തിന്റെ പോരിശകള് ഈ ജോലിക്കാർ, ഈ പണിക്കാർ, ആരുടെ പണിക്കാർ? ഷിയാക്കളുടെ, ജൂതന്മാരുടെ പണിക്കാർ പ്രസംഗിച്ചു. അതന്നെയാണ് മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്നും അകറ്റാനുള്ള ഏറ്റവും നല്ല വഴി. മിമ്പറാണ്, മെഹ്റാബാണ്. അതിന്റെ മുകളിൽ നിൽക്കുന്ന ആൾ ഇവർ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന തങ്ങളെന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. സഖാഫിമാരുണ്ട്, ഹുദവിമാരുണ്ട്, ഫൈസിമാരുണ്ട്, മദനിമാരുണ്ട്. ജനങ്ങൾക്ക് അവരെ എന്തോ ഒരു വിശ്വാസമാണ്. അവര് പറയുന്ന അപ്പടി ആ ജനങ്ങൾ വിഴുങ്ങും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറ്റക്കാര് പൊതുജനൊന്നുമല്ല, സാധാരണക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയില്ല, ജാഹിലുകളാണ്. കാരണം ചെറിയ മദ്രസകളിലെ പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുന്ന ആ സമയത്ത് തന്നെ ഇവര് ഫസ്റ്റേ പഠിപ്പിച്ചു വെച്ചു, ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആരാണ്, തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്, അവരെങ്ങനെ ബഹുമാനിക്കേണ്ടത്, അവരെങ്ങനെ ആദരിക്കേണ്ടത്, അവര് പറയുന്നത് എങ്ങനെ കേൾക്കണം. അതുകൊണ്ടല്ലേ മറ്റേ ആജിക്ക അടുക്കള 3 പ്രാവശ്യം പൊളിച്ച് ലക്ഷങ്ങൾ കൊടുത്തിട്ട് അടുക്കള ഉണ്ടാക്കിയത്. തങ്ങള് ഏത് തങ്ങള്? ഏതോ കുഞ്ഞിക്കോയ, ഏതോ മുത്തുക്കോയ, അല്ലാണ്ട് അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ മകന്റെ മകനൊന്നും അല്ല. കുഞ്ഞിക്കോയ വന്നിട്ട് കസേരം ഇരുന്നിരിക്കണം നോക്കിയിട്ട് പറഞ്ഞു, അടുക്കള അവിടെ ശരിയാവൂല, അതാണ് നിന്റെ മോൻ ഇങ്ങനെ കഞ്ചാവ് അടിച്ച് നടക്കുന്നു. അപ്പൊ തന്നെ അടുക്കള ടീം കഴിഞ്ഞു. ലക്ഷങ്ങൾ ആർക്ക് പോയി എന്ന് പറഞ്ഞാൽ, ആ വന്നിരുന്ന കുഞ്ഞിക്കോയ ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ അനുസരിച്ചോണം എന്നത് ചെറുപ്പത്തിലേ പഠിപ്പിച്ചങ്ങ് വെച്ചു. അതുകൊണ്ട് പേടിയാണ്. തങ്ങൾ പറഞ്ഞിട്ട് പൊളിക്കാണ്ടിരുന്നാൽ എങ്ങനെയാ പൊളിക്കും. അതവരുണ്ടാക്കിയ കുടില തന്ത്രമായിരുന്നു. അത് ഇന്നും അവർ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. സലഫികളെടുത്ത് മാത്രമേ ആ ഒരു തന്ത്രം വിലപ്പോവാതെ വന്നിട്ടുള്ളൂ. സലഫിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. അയ്യോ ഇയാളിതാ ജിഫ്രി മുത്തുക്കോയനാ പറഞ്ഞത്, നമുക്ക് ജിഫ്രി മുത്തുക്കോയ മാത്രം, അതിനപ്പുറത്ത് വേറെ ആരുമല്ല. അത് നമ്മുടെ നാട്ടിലുള്ള EK സമസ്തന്റെ ഒരു നേതാവ്. സലഫികളെ സംബന്ധിച്ചിടത്തോളം പച്ച ബഡായി വിടുന്ന ഒരു ചങ്ങായി, അതിനപ്പുറത്തൊന്നും കാണുന്നില്ലാന്ന്. അവർ ആദരിക്കപ്പെടേണ്ടവരല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹിന് എതിര് പറയുന്നവൻ ബഹുമാനിക്കപ്പെടേണ്ടവനേ അല്ല. അതെങ്ങനെയാണ്? അബൂതാലിബ് പിന്നെയും നല്ല മനുഷ്യനായിരുന്നു. EK പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി വന്ന് സ്റ്റേഡിയം ഇരുന്ന് പറഞ്ഞാൽ അയാളെ കഥ എന്താ? വലിയ നേതാവാ കേരളത്തിലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്റ്റേജിന്മേൽ വന്ന് ഇരിക്കാറുണ്ട്. സമസ്തന്റെ മുശാവറയിലൊക്കെ അള്ളാന്റെ റസൂൽ വന്ന് പങ്കെടുക്കാറുണ്ട്. റസൂൽ ഇവന്റെ തറവാട് സ്വത്ത് പോലെ ഇവരെ വർത്തമാനത്തിന് വരുന്നത്. EK അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്കൊന്ന് പൊക്കി വെക്കാൻ വേണ്ടി ഓപ്പറേറ്റർ വന്നപ്പോൾ EK പറഞ്ഞോലൂ അത് പൊങ്ങിക്കോളൂ. നമ്മൾ സാധാരണ കുട്ടൂസന്റെ കഥ വായിക്കുന്ന പോലെ, മായാവിന്റെ കുട്ടൂസന്റെ കഥ വായിക്കുന്ന പോലെ അത് പൊങ്ങിക്കോളും. ഇങ്ങനെ ഇരുന്നപ്പോൾ മൈക്ക് ഇങ്ങനെ പൊങ്ങി വന്നു, പ്രസംഗിച്ചു, മൈക്ക് താണു. ഓപ്പറേറ്റർ അന്തം വിട്ടിട്ടല്ലോ ഇതെന്തെന്നപ്പ, അതാണ് EK.
ഇത് പറയുന്ന ഒരു കഥാകാരൻ, അത്രേ നമുക്കുള്ളൂ. അല്ലാണ്ട് വ്യക്തികളെ പൂജിക്കുന്ന പരിപാടിയൊന്നും സലഫികൾക്ക് ഇല്ല, ഇസ്ലാമിലില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വരുമ്പോൾ എഴുന്നേറ്റുന്നു സഹാബാക്കൾ. റോമിന്റെയും പേർഷ്യയുടെയും രാജാക്കന്മാരെ പോലെ കാണണ്ട തന്നെ ഇരിക്ക്. അബ്ദുല്ലാഹി വഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അള്ളാന്റെ അടിമ മാത്രമാണ്. അങ്ങനെ എനിക്ക് അനാവശ്യമായ ആദരവൊന്നും നിങ്ങൾ തരണ്ട. അത് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദന്റെ ബാക്കി ഭാഗമാണ് ഈ മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റസൂലായി പറയുന്നു, ഒരു അടിമയാണ് ഞാൻ. ഇത് ബുഖാരി ഇങ്ങനെ ഇരിക്കുകയാണ്, കുഞ്ഞിക്കോയ കൈ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ആള് വരുന്നു, തല കുനിക്കുന്നു, മുത്തുന്നു മുത്തുന്നു മുത്തുന്നു, മുത്തി മുത്തി മൂപ്പരെ കൈ കളഞ്ഞപ്പം മൂപ്പര് പറഞ്ഞു, ഇനി ഓനെ മുത്തിക്കോന്ന്. എങ്ങനെ? എന്നെ മുത്തിയോനെ മുത്തിക്കോന്ന്. ഇതിൻ്റെ അടുക്ക് പറയുന്നിട്ടിരുന്നു, വെള്ളത്തിൽ ഊതി 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 തങ്ങൾ തളന്ന്, കാരണം ആയിരങ്ങൾ ഉണ്ടാവൂലേ. അവസാനം സഹി കെട്ടി മൂപ്പര് വന്ന് ഒരു ചെമ്പ് വാങ്ങി അതിൽ ഊതിയിട്ട് വന്ന് കിണറ്റിക്കൊണ്ടിട്ട് വെച്ചേന്ന്, ഞാൻ കിണറ്റൊന്ന് കോരിക്കോന്ന്. അവരൊന്നും നമുക്കൊന്നുമല്ല. അതൊക്കെ ഇസ്ലാമിനെ പരിഹസിക്കാൻ കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന കോമാളികൾ. ഇത്രേ നമുക്ക് പറയാനുള്ളൂ. അവിടെ പറയാം തങ്ങളുടെ പേര് അങ്ങനെ ആയിപ്പോ ഇങ്ങനെ ആയിപ്പോ എടുത്തി വീണു പോവും. ഒന്നും സംഭവിക്കില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോരയായ തങ്ങളെ പറ്റി അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? ഇത് ദ്വീപ് എന്ന് വന്ന കുഞ്ഞിക്കോയല്ലേ. ഖുർആനിൽ പറഞ്ഞ റസൂലുള്ളാഹിന്റെ ചോര അബൂലഹബ് ഓനെ ഞാൻ തീജ്വാലയുള്ള നരകത്തില് കത്തിച്ചു കളയുന്ന അള്ളാഹ് പറഞ്ഞ്. ആരെപ്പറ്റി? സ്വന്തം ചോര മൂത്താപ്പാനെ പറ്റി. ഇത് ദ്വീപിലെ ചോരല്ലേ, ഇത് തങ്ങളുമായിട്ട് എന്ത് ബന്ധം? അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു സലഫികളുടെ മുമ്പിൽ മാത്രമേ അത് വിലപ്പോവാതിരുന്നിട്ടുള്ളൂ. വ്യക്തികളുടെ പോരിശകൾ പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിച്ച് അവരെന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റി ജൂതന്റെ തന്ത്രം ജയിച്ചു. കാരണം മിമ്പറിന്റെ മുകളിൽ ഇരുന്നിട്ട് എന്ത് പടായും പെടാം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ പകര മൗലവി ഉണ്ടല്ലോ, പകര ആ ചങ്ങായിയെല്ലാം പറയുന്ന കളവ് ഈ കൗമ് വിശ്വസിക്കണമെങ്കിൽ ഇപ്പൊ ഇതിന്റെ അടുക്ക് ആ ക്ലിപ്പ് ഒന്നുകൂടെ കേട്ടു പറയുമ്പോൾ കൃത്യമായിട്ട് പറയാൻ. അതായത് വിമാനം ലാൻഡ് ചെയ്യുന്നില്ല, പൈലറ്റ് ആകെ വിപ്രാണത്തിലാണുള്ളത്. അപ്പൊ CM-ന്റെ ഒരു മടവൂരുണ്ട് പ്ലെയിനില്, മൂപ്പര് ഒറ്റയടിക്കൽ ഫാത്തിഹ ഇലാ CM ഫാത്തിഹ ഓതി. പെട്ടെന്ന് അയാളിങ്ങനെ, കാരണം ഉണർവിൽ എന്തായാലും സംഭവം നടക്കില്ലെന്ന് ഉറപ്പല്ലേ. ഉറക്കിലിപ്പോ ഞാൻ ഇങ്ങോട്ട് പറയാം, ഞാൻ ഇന്നലെ അമേരിക്കയിലും പോയിട്ട് കറങ്ങി വന്നു. ഇപ്പൊപ്പാ അതിൽ ഉറങ്ങുമ്പോ ഞാൻ ലണ്ടനിലൊക്കെ ഞാനും പോവാറുണ്ട്, അങ്ങനെ എന്തും പറഞ്ഞതല്ല. അവിടെ എല്ലാം ഉറക്കിലാണ്. ഇങ്ങനെ ഉറങ്ങി. അപ്പം കാണുന്ന വെച്ചാൽ CM വന്ന് വിമാനത്തെ പിടിച്ചിട്ട് റൺവേയിലേക്ക് ഇറക്കി വെക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന കൗമ്. സുബ്ഹാനല്ലാഹ്, അതാണ് CM. ഇതുണ്ടാക്കി ജൂതൻ ജയിച്ചു. സത്യം പറഞ്ഞാൽ ഈ പച്ച ബടായി എന്ത് ചെയ്തു? ആളുകൾ മനസ്സിൽ വിശ്വസിക്കുന്ന തരത്തിൽ പറയാൻ പറ്റുന്നൊരു സ്റ്റേജിലേക്ക് ഇവരെ ഉയർത്തി. അതാണ് ഏറ്റവും വലിയ തന്ത്രം. അങ്ങനെ ഉണ്ടാക്കപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഖുതുബിയ്യത്ത് എന്ന് പറയുന്ന മുഹ്ദി ഷെയ്ഖിന്റെ പോരിശ പറയുന്ന മാലപ്പാട്ട്. ഖുതുബിയ്യത്ത് ഉണ്ടാക്കിയത് ആരാ? പറയുന്നതെല്ലാം കേട്ടാത്തൊന്നും അല്ലാഹുവിന്റെ റസൂലിന് ഇറങ്ങി വന്ന വഹയ്യാ നിന്നാണ്. സദഖത്തുല്ലാഹ് മൗലവി ഏത് നാട്ടിലാ? അൽ ഖാഹിരി എന്നെ കേൾക്കുമ്പോൾ കൈറോ എന്ന് വിചാരിക്കൊന്നും വേണ്ട, കായൽപട്ടണം, തമിഴ്നാട്ടുകാരൻ, അണ്ണാച്ചി. തമിഴ്നാട്ടിലുള്ള ഒരു മൗലാരുണ്ടാക്കിയ സാധനം. ഞാൻ ഇങ്ങനെ മനഃപൂർവ്വം പറയുന്നതാണ്. ഇവരെ വിചാരം എന്ന് വെച്ചാല് ഈ സലഫികൾ ഇവർക്ക് എന്തും പറയാം, ജാഹിലുകളും തോതിവാസികളും അങ്ങനെ ഇങ്ങനെ. അതേസമയത്ത് ഈ പച്ച ശിർക്കും കൊടിയ കുഫറും സാധാരണക്കാരനെ കൊണ്ട് ചെയ്യിപ്പിച്ച ഇവരുടെ ഈ മുതുത്ത നേതാക്കന്മാരുണ്ടല്ലോ, അവരെ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് വരണം. അതിന് വേറെ ആളെ നോക്കണം. സദഖത്തുല്ലാഹ് മൗലവി തമിഴ്നാട്ടുകാരൻ നമ്മുടെ നാട്ടിൽ എന്താ വിളിക്കുക? തന്നെ ഞാനും പറഞ്ഞിട്ടുള്ളൂ. ഞാൻ തെരുവ് പറഞ്ഞൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ തമിഴ്നാട്ടുകാർ അണ്ണാച്ചി എന്നാ വിളിക്കുക. അപ്പൊ ഒരു അണ്ണാച്ചിയായ മൗലവി ഇങ്ങനെ പറയാം. അയാളത് ഉണ്ടാക്കിയത്. അയാളെ പറ്റി പറയുന്നത് എന്താ അറിയോ? ഒരിക്കൽ മഹാനവറുകൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇതൊരു ഫൈസി എഴുതിയതാട്ടോ, ഫൈസി API രണ്ടായാലും എന്താ, ആദർശ രണ്ടിൻ്റെ ഒന്ന് തന്നെ. API ആലും EK ആലും ആദർശ രണ്ടും ഒന്ന് തന്നെ. അഖീദയിൽ രണ്ടിനും പിഴച്ചതാ. അതിൻ്റെ എല്ലാ ഉദാഹരണവും തെളിവും പറയാൻ നമുക്ക് സമയം തികയില്ല. ഒരിക്കൽ മഹാനവറുകൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഴ വേണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. ആരോട്? സദഖത്തുല്ലാഹിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം കേട്ടോളിട്ടോ, ഉമർ ഫാറൂഖ് എല്ലാം ഉണ്ടെങ്കിൽ ഇപ്പം എൻ്റെ തല വന്ന് വെട്ടും ഇത് ഞാൻ വായിക്കുമ്പോൾ.
അദ്ദേഹം മഴയുടെ ഉത്തരവാദിത്തമുള്ള മീകായിൽ അലിഹിസ്സലാം എന്ന മലക്കിനെ വിളിക്കുകയും, അപ്പൊ മൂപ്പര് മീകായിൽ ആടുണ്ട്, ആര് സദഖത്തുള്ള വിളിക്കുമ്പോൾ വേഗം കേൾക്കാൻ തൊട്ടടുത്തുണ്ട്, വിളിക്കുകയും ജനങ്ങളുടെ ആവശ്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ആരോട്? മീകായിലിനോട്. മീകായിൽ ഉടനെ അള്ളാഹുവിന്റെ സമ്മതത്തോടെ മഴ വർഷിപ്പിച്ചു. അപ്പം ഈ സദഖത്തുള്ള എന്ന് പറയുന്ന കുതുബത്ത് എഴുതിയ മഹാനുഭാവന്റെ ഒരു വലിയ കറാമത്ത് എന്താണെന്നറിയോ? മീകായിലിനോട് നേർക്ക് നേരെ മഴ പെയ്യിപ്പിച്ച കറാമത്ത് കാണിച്ച മഹാനുഭാവനാണ്. ബാക്കി കേട്ടോ. ഇതുകൊണ്ട് മീകായിൽ അലൈഹിസ്സലാം വന്നത് പലരും നേരിൽ കണ്ടിരുന്നു. അതെങ്ങനെയാപ്പാ മീകായിൽ എങ്ങനെ നേരിൽ കാണുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജിബ്രീലിനെ ആകെ 2-3 പ്രാവശ്യം ജിബ്രീലിന്റെ സൂറത്തിൽ കണ്ടിട്ട് 2 പ്രാവശ്യം ജിബ്രീലിന്റെ യഥാർത്ഥ സൂറത്തിൽ കണ്ടിട്ടുള്ളൂ നബി ആയതുകൊണ്ട്. ബാക്കി വന്നതൊക്കെ ദിഹ്യത്തുൽ കൽബി എന്ന് പറയുന്ന ഒരു സഹാബിന്റെ കോലത്തിലാണ്. അത് നുബുവത്തുള്ള ആളായതുകൊണ്ട് മനസ്സിലായി ജിബ്രീലാണെന്ന്. വന്ന ആ ജിബ്രീലിനെ സഹാബത്തിൽ പലരും കണ്ടിട്ടുണ്ട്. പക്ഷേ അത് റസൂലുള്ളാഹി തങ്ങൾ ജിബ്രീലാന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് ബോധ്യപ്പെട്ടത് അത് ജിബ്രീലായിരുന്നു. അപ്പൊ സഹാബത്തിനേക്കാളും വലിയ മഹാനാണ് ആര്? സദഖത്തുള്ള തമിഴ്നാട്ടുകാരൻ. അത് ഉണ്ടാക്കലാണ് ഇവരുടെ പരിപാടി. ആ ഒരു മനസ്സ് ഉണ്ടാക്കൽ. ഇനി ഞാൻ ചോദിച്ചോട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്ത് സ്ഥിരമായി വഹി വന്നുകൊണ്ടിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ടേയിരുന്നു. അതിലെപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോടെങ്കിലും അങ്ങോട്ടൊരു ആവശ്യ പൂർത്തീകരണത്തിന് പറഞ്ഞതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സദഖത്തുള്ളാക്ക് പറയാൻ പറ്റുമെങ്കിൽ ഏറ്റവും വലിയ അർഹത ആർക്കാ? ജിബ്രീൽ കൂട്ടുകാരനാണ്, വന്നോണ്ടിരിക്കുന്ന ആളാണ്. എന്തെല്ലാം ആവശ്യം വന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹാ വ്യഭിചാര ആരോപണത്തിൽ വിഷമിച്ച് പ്രയാസപ്പെട്ട് കരഞ്ഞ് കലങ്ങിയിരിക്കാണ് 2 മാസം. ആ സമയത്ത് റസൂലുള്ളാഹിക്ക് ജിബ്രീലേ വല്ലാത്ത വിഷമത്തിലാണ് ഞാൻ ഉള്ളത്, ഒന്നതിന്റെ സത്യാവസ്ഥ പറഞ്ഞ ജിബ്രീലേ പറഞ്ഞ പോലെ. പക്ഷെ ഇസ്ലാമിനെതിരാണത്. അങ്ങനെ ആൾക്കാർക്ക് കാണാനും കഴിയില്ല. അങ്ങനെ സദഖത്തുള്ളാനെ പോലത്തെ മനുഷ്യന്മാർക്ക് മീകായിലിനോട് സംസാരിക്കാനും പറ്റൂല. അവർക്ക് മലക്ക് എന്താന്ന് മനസ്സിലായിട്ടില്ല. കാരണം അവരിപ്പോഴും ഡാക്കിലിന്റെയും കുട്ടൂസന്റെയും കഥയിലാണ് ഉള്ളത്. അതിൽ കുന്തെത്തുമ്പോൾ വരുന്ന ലുട്ടാപ്പി എന്നാണ് മീകായിലിനെ അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ കാണാനും പറയാനും മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി പറയാനും ഒക്കെ സാധിക്കുന്ന ആണ്. അതാണ് ഈ കുതുബിയത്ത് എഴുതിയ ആളുടെ ഒരു കറാമത്ത്. കള്ളം, പച്ചക്കളവ്. ഇതുകൊണ്ട് ജനങ്ങൾ ആ പള്ളിയെ മീകായിൽ പള്ളി എന്ന് നാമകരണം ചെയ്തു. ഇനി ഇതാണ് ആ കുതുബിയത്ത് എഴുതിയ ആളുടെ ഏറ്റവും വലിയൊരു കറാമത്ത്. മൂപ്പരാണ് മൊയ്‌ലി ശേഖിനെ പറ്റി ഇത് എഴുതിയത്. കുതുബിയത്ത് എന്ന കിതാബിനെ ഇസ്ലാമിക ലോകം മുഴുവനും അംഗീകരിച്ച, ഇസ്ലാമിൽ വലിയൊരു സ്ഥാനമുള്ള ഒരു മതഗ്രന്ഥം പോലെയാണ് ഈ ജൂതന്റെ പണിക്കാര് അതിനെ അവതരിപ്പിക്കുന്നത്. പറയാണ്, വിഷമം പറയാണ്. എന്നാൽ നബിയും സഹാബത്തും ചെയ്തോ കുതുബിയത്ത് എന്നൊക്കെ ചോദിച്ചാണ് ഇന്നത്തെ മുജാഹിദ് പോലത്തെ പുത്തൻ പ്രസ്ഥാനക്കാർ ഇതിനെ എതിർക്കുന്നത്. ബൂബർക്കാർ ഇതെല്ലാം പറയുമ്പോൾ മുജാഹിദികൾ എന്ത് ചെയ്യും? ഇതിനെ എതിർക്കും. അപ്പൊ നബിയും സഹാബത്തും ചെയ്തോ എന്ന് ചോദിച്ചിട്ടാണ് മുജാഹിദീങ്ങൾ എതിർക്കുന്നത്. ബാക്കി കേട്ടോളൂ മൂപ്പര മറുപടി. ആദ്യമായി ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിന്റെ മദ്ഹ് കാവ്യമാകുന്നു. ഇതെങ്ങനെ നബിയും സഹാബത്തും ചെയ്യും? അവൻ നബിദിനം കഴിക്കാൻ പാടില്ല എന്ന് ഹദീസിലുണ്ടോ എന്ന് ചോദിക്കുന്നതോ? മനസ്സിലായില്ല. കുതുബിയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അതിന് മൊയ്‌ദീൻ ശൈഖ് 700 കൊല്ലത്തിന് ശേഷം വന്ന ആളല്ലേ, അപ്പൊ മൊയ്‌ദീൻ ശൈഖിന്റെ കുതുബിയത്ത് അവർ ഓതൂലല്ലോ എന്തായാലും, അപ്പൊ അവര് ചെയ്യൂലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു നബിദിനം കഴിക്കാൻ പാടില്ല. അപ്പൊ ചോദിച്ചെന്താ, അങ്ങനെ നബിന്റെ ആഘോഷം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഹദീസ് കാണിക്കാൻ പറ്റുമോ? പറ്റൂല. എന്തേ പറ്റാത്തത്? ആ തോന്നിവാസം വന്നാലും കാണിച്ചിട്ടില്ല. അന്നത് കാണിച്ചാലല്ലേ എതിർക്കപ്പെടുള്ളൂ. എന്നാൽ അതിനേക്കാളും വലിയ കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. ഇപ്പൊ ഉപ്പ പണ്ടേ പറയുന്നുണ്ട്, നമുക്കാകുമ്പോ 35-15, നിങ്ങൾക്കാകുമ്പോ 35-12. അതാണ് ഈ രീതി. മുജാഹിദ് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വെച്ചാല് 700 കൊല്ലത്തിന് ശേഷം വന്ന മൊയ്‌ദീൻ ശൈഖിന്റെ മദ്ഹ് എങ്ങനെയാ റസൂലും സഹാബാക്കളും പാടല്? അതൊരു പൊട്ട ചോദ്യമല്ല ചോദിക്കുന്നത്. ചോദിക്കുന്നതിലൊക്കെ ഒരു അന്തം വേണ്ടേ? അള്ളാഹുവിന്റെ മഹാന്മാരുടെ മദ്ഹും അവരുടെ മുഅ്ജിസത്തും കറാമത്തും ഒക്കെ
പദ്യരൂപത്തിലോ ഗദ്യരൂപത്തിലോ പാടുകയോ ചൊല്ലുകയോ ചെയ്യുന്നത് തീർത്തും പുണ്യമുള്ള കാര്യമാകുന്നു. അതിൽ മുഅ്മിനീങ്ങൾക്ക് വലിയ പാഠമുണ്ട്. അള്ളാഹു ബഹുമാനിച്ചവരെ ആദരിച്ചവരെ നാം ആദരിക്കലും ബഹുമാനിക്കലും അള്ളാഹുവിൽ അനുസരിക്കലാകുന്നു. സംശയമൊന്നുമില്ല. അള്ളാഹു അനുസരിക്കണം, അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കണം, അള്ളാഹു ആദരിച്ചവരെ ആദരിക്കണം. പക്ഷെ അത് എങ്ങനെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. അള്ളാഹു ആദരിച്ച ഏറ്റവും വലിയ ആദരവ് കൊടുത്ത ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനോടുള്ള ആദരവ് സഹാബത്ത് എങ്ങനെ കാണിച്ചു എന്നുള്ളത് ഹദീസ് കിതാബുകളിൽ മുഴുവനുണ്ട്. അസ്സഹാബത്ത് ആ ആദരിക്കപ്പെടേണ്ട പ്രവാചകനോട് ചെയ്യാത്തത് വേറെ ഒരാളോടും ചെയ്യാൻ മുഅ്മിനീങ്ങൾക്ക് സാധ്യവുമല്ല. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത്? ഇസ്ലാമിൽ ആരെങ്കിലും ഒരു നല്ല ചര്യ ആരംഭിച്ചാൽ അതിന്റെ പ്രതിഫലം അവനുണ്ട്. അവരുടെ പ്രതിഫലത്തിൽ നിന്നൊട്ടും കുറയാതെ തന്നെ അവന് ശേഷം അത് പ്രവർത്തിച്ചുള്ള പ്രതിഫലവും അവനുണ്ട്. ആരെങ്കിലും ഇസ്ലാമിൽ ചീത്ത ചര്യ ആരംഭിച്ചാൽ അതിന്റെ തിക്തഫലം അവനുണ്ട്. അവരുടെ തിക്തഫലത്തിൽ നിന്ന് ഒന്നും കുറയാതെ തന്നെ അവന് ശേഷം അത് പ്രവർത്തിച്ചവരുടെ തിക്തഫലവും അവനുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ശരിയാണ്. എന്താരംഭിച്ചാൽ മൻസന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന. നല്ലത് കുതുബിയത്ത് നല്ലതല്ല, ചീത്തയിൽ ചീത്തയാണ്. അത് നല്ലത് തുടങ്ങിയതല്ല. ദീനുൽ ഇസ്ലാമിന് പരിചയമില്ലാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചിട്ടില്ലാത്ത, ദുനിയാവിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടേണ്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ച സഹാബാക്കൾ ആദരിക്കാൻ വേണ്ടി സ്വീകരിച്ചിട്ടില്ലാത്ത പുതിയ ഒരു വഴി ഇവരുണ്ടാക്കിയത് ദീനിൽ നല്ല കാര്യം തുടങ്ങുന്നതിന് തെളിവല്ല. ശേഷം പറഞ്ഞ ചീത്ത കാര്യം തുടങ്ങിയാൽ അതിന് ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ ചെയ്യുമോ അതിന്റെ മുഴുവൻ തിക്തഫലവും തുടങ്ങിയിട്ടുണ്ടാവും. സദഖത്തുള്ളാഹി ഖബറിൽ കിടക്കാൻ കഴിയില്ല നേരാവണ്ണം. കായപ്പട്ടണത്തുകാരൻ ഉണ്ടാക്കിയ മനുഷ്യൻ ഖിയാമത്ത് നാൾ വരെ കുതുബിയത്ത് പാടുന്ന ഓരോരുത്തരുടെയും പാപം വഹിക്കേണ്ടി വരും, ഒരു സംശയമില്ല. അതുകൊണ്ട് ഖുറാഫി പറയാണ്, അതിനാൽ കുതുബിയത്ത് ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി മുഅ്മിനീങ്ങൾ നടത്തുന്നത് പുണ്യമുള്ള കാര്യമാകുന്നു. ഇതിൽ ഇസ്തിഗാസയും തവസ്സുലും അടങ്ങിയിരിക്കുന്നു. അതാണ് പ്രശ്നം. നമ്മൾ ഈ പറയുന്ന പ്രശ്നം അതാണ്. മുഹ്യിദ്ദീൻ ശൈഖിന്റെ മദ്ഹ് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. മുഹ്യിദ്ദീൻ ശൈഖിനുള്ള അദ്ദേഹത്തിന്റെ സ്വഭാവം നല്ലതായിരുന്നു, പണ്ഡിതനായിരുന്നു, തൗഹീദിന്റെ ആളായിരുന്നു, ബഗ്ദാദിൽ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ച ആളായിരുന്നു, ഇസ്ലാമിന് വേണ്ടി കഷ്ടപ്പെട്ട ആളാണ്. അതൊക്കെ പറഞ്ഞോളി. ജനങ്ങൾ ബഹുമാനിക്കട്ടെ, ആദരിക്കട്ടെ, സ്നേഹിക്കട്ടെ. അദ്ദേഹം പറഞ്ഞ വഴിക്ക് ജനങ്ങൾ സഞ്ചരിക്കട്ടെ, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഇവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ കുതുബിയത്തിൽ എന്ത് സംഭവിച്ചു? ദീനുൽ ഇസ്ലാം അടക്കി ആക്ഷേപിച്ച, ഒരിക്കലും പാടില്ല എന്ന് കൽപ്പിച്ച തവസ്സുലും ഇസ്തിഗാസയും ആ കുതുബിയത്തിന്റെ വരികളിൽ വന്നിട്ടുണ്ട്. ഇനി കേട്ടോളി. വിമർശനം. എന്താ ഇസ്തിഗാസ മീൻസ്? സഹായതേട്ടം. മുഹ്യിദ്ദീൻ ശൈഖിനോട് സഹായം തേടുക. വിമർശനം ഉന്നയിക്കുന്നവർ കുതുബിയ്യത്ത് ബൈത്തിൽ എന്ത് ഇസ്ലാമിക ചതുർപ്രമാണത്തിനെതിരാണ് എന്ന് പറയുക. എന്താ ചതുർപ്രമാണം? ഖുർആനും സുന്നത്തും ഖിയാസും ഇജ്മാഉം. അതിനെതിരായിട്ട് എന്താണ് കുതുബിയ്യത്തിലുള്ളത് എന്നാണ് നമ്മുടെ നാട്ടിലുള്ള ഈ മിമ്പറുകൾ അലങ്കരിക്കുന്ന മൗലവിമാര് നമ്മളോട് ചോദിക്കുന്നത്. കേട്ടോളൂ. എന്ത്? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ظهيرا على الأعداء بالمدد بصر فؤادي صراطا أنت سالكه فالله أعطاكه وأنت مالكه ونجني من لظى فيها مهالكه سلطان كل ولي محي الدين. ഇതാണ് ചതുർപ്രമാണത്തിന് എതിരായിട്ടുള്ള കുതുബിയത്തിന്റെ വരികൾ. ഇത് ജസ്റ്റ് നമ്മളെ നൗഷാദ് ഹസനി പേരോട് സഖാഫിക്ക് കൊടുത്ത ചെറിയ ഉദാഹരണങ്ങൾ മാത്രം. അതിനപ്പുറത്ത് അതിന്റെ വലുത് ഇഷ്ടം പോലെ ഉണ്ട് ബാക്കിയിൽ. ഇത് ചൊല്ലാൻ ഇസ്ലാമിൽ തെളിവെന്താണ്? ഇത് ചൊല്ലിയവന്റെ അർത്ഥമറിഞ്ഞ് ഉൾക്കൊണ്ട് വിശ്വസിച്ച് ചൊല്ലിയവന്റെ ഹുക്കും എന്താണ്? അർത്ഥമറിയാതെ ഇതെന്താണ് എന്ന് ബോധമില്ലാതെ ചൊല്ലുന്നവൻ പിരാന്തൻ. നമ്മളൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ എന്ത് വേണം? ഒരു നീയത്ത് വേണം. എന്തിന്? ഇതെന്താ സംഭവം? ഞാൻ എന്താ ഈ പറയുന്നത്? എന്താണ് ഈ ചോദിക്കുന്നത്? ഇതൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ പാട്ട് പാടുന്നവൻ പിരാന്തൻ. അങ്ങനത്തെ പിരാന്തന്മാരാണ് ഭൂരിപക്ഷം. 198 സമസ്ത കൂടാരത്തിലുള്ളവരെല്ലാം ഈ പറഞ്ഞ ഒന്നും തിരിയാതെ എന്ത് കോതക്ക് പാട്ട് എന്നാ പറയാ? എന്തോ ഒരു കോതക്ക് പാട്ട് എന്ന് പറയില്ലേ? എൻ്റെ ജുബൈർ ഉസ്താദ് പറയുന്നുണ്ട്, കൗസരി അഞ്ഞാൻ കുഞ്ഞാൻ 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 കൂടെ കുഞ്ഞാൻ. പള്ളിയിലെ മൂന്നാർക്ക് ഇങ്ങനെ പാടുന്നുണ്ട്. അപ്പം
കുറെ വയസ്സന്മാരുണ്ട്. ഇപ്പൊ പിന്നെ മുജാഹിദീങ്ങളോട് ദേഷ്യമുള്ള കുറെ ചെറുപ്പക്കാരുണ്ട്. വാശി നിൽക്കാൻ മാത്രം പോയിട്ട് മുമ്പിലാന്തൻ പൊട്ടൻ, ഒന്നും അറിയില്ല. മെഹ്റാബിൽ ഇരിക്കുന്നവൻ പൊട്ടനല്ല, അവൻ ചതിയൻ, വഞ്ചകൻ. അതായത് അള്ളാനെ മാത്രം വിളിക്കേണ്ട മുസ്ലിമിന്റെ നാവിനെ കൊണ്ട് 700 കൊല്ലം മുമ്പ് മരിച്ച് കബറടക്കം ചെയ്യപ്പെട്ട ഷെയ്ഖ് ജീലാനിയെ വിളിച്ച് ജീലാനി കേൾക്കും, ഇടപെടും, സഹായിക്കും എന്ന് വിശ്വസിക്കുന്നവൻ ഇസ്ലാമിന്ന് പുറത്താണ്. അതാണ് കുത്തുബിയത്തിൽ ഇപ്പൊ പറഞ്ഞത്. കുത്തുബിയത്തിൽ ചെല്ലുന്നവന്റെ വേഗം പോയിട്ട് നിസ്കരിക്കാൻ പറ്റില്ല, കാരണം ഇസ്ലാമിന്ന് പുറത്താണ്. കാരണം ചൊല്ലിയത് ഇതാണ്. എന്താ ചൊല്ലിയത്? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി, എന്റെ നേതാവായവരെ, എന്റെ സഹായിയായവരെ, കുല്ലി ദഹീറൻ അലൽ അഅദാഇ ബിൽ മദദി, ശത്രുക്കൾക്ക് എതിരെ അങ്ങ് നമുക്ക് സഹായിയായി നമ്മളെ സഹായിക്കണമേന്ന്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ സമഅ് എന്ന സിഫത്ത് നമുക്കറിയാം, മുഖാലിഫുൻ ലിൽ ഹവാദിസ്. അള്ളാഹ്ക്ക് വാജിബായ സിഫത്ത് ഏതൊക്കെയാ? അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹു മൗജൂദാണ്, ഉള്ളവനാണ്. ഖദീമുൻ, പണ്ട് പണ്ടേ ഉള്ളവനാണ്. ബാഖി, നാശമില്ലാത്തവനാണ്. മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, നിരുപാധികം സൃഷ്ടികളോട് എതിരായവനാണ്. അപ്പൊ അള്ളാഹുവിന്റെ സമഅ് എന്ന് പറയുന്ന സിഫത്ത്, സമീആയ അള്ളാഹുവിന്റെ കേൾവി പരിധിയില്ലാത്ത കേൾവിയാണ്. ഒരു പരിധിയില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം അറഫയിൽ ഏകദേശം 22 ലക്ഷം ആൾക്കാരുണ്ട് കണക്ക് പ്രകാരം. അതല്ലാത്തത് അതിന്റെ ഡബിൾ ഉണ്ട്. പല ദേശക്കാരും, പല ഭാഷക്കാരും, പല ആവശ്യക്കാരും. ഈ 25 ലക്ഷം ആളുകളും അള്ളാഹിനോട് അറഫ ദിവസം പല കാര്യങ്ങളും ചോദിച്ചു. ആയിരക്കണക്കിന് കാര്യങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ ചോദിച്ചു. പക്ഷെ ഓരോന്നും അള്ളാഹു കേട്ടിട്ടുണ്ട്, ഓരോന്നിന്റെ മറുപടിയും അള്ളാഹു കൊടുക്കും. ഇതാണ് അള്ളാഹുവിന്റെ സമഅ്. ഇനി നമ്മുടെ നാട്ടിലുള്ള ഖുറാഫി പള്ളിയിൽ ഒരു സഖാഫി അല്ലെങ്കിൽ മദനി അല്ലെങ്കിൽ ഹുദവികൾക്കെല്ലാം കുറച്ച് ബോധമുണ്ടെന്ന് വെച്ചാൽ തീരെ ബോധമില്ല. ഒരു 10 ആൾക്കാരെ കൂട്ടിയിട്ട് കുത്തുബീത്ത് കഴിക്കാൻ. എന്നിട്ട് എന്ത് പറയുന്നു? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി. ഈ 10 ആളും വിളിക്കുന്നുണ്ട് അല്ലേ? ഈ 10 ആളുകളുടെയും വിളി മൊയ്തീൻ ശൈഖ് കേൾക്കോ ഇല്ലയോ? ഇപ്പൊ നിങ്ങൾ ഈ 10 ആൾക്കാർ എന്നോട് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ പറയും ഒറ്റക്കൊറ്റക്ക് പറ, കാരണം എന്റെ മനുഷ്യന്റെ സമഅാണ്, പരിധിയുണ്ട്. കാസർഗോഡ് നിന്ന് മൊയ്തീൻ ശൈഖിനെ 10 പേരെങ്കിലും ഒരുമിച്ച് വിളിച്ചാൽ മൊയ്തീൻ ശൈഖ് കേൾക്കൂല, സംഭവം മരിച്ചുപോയി. എന്നാലും ഉദാഹരണത്തിന് പറയാം, കേൾക്കുമെങ്കിൽ അള്ളാന്റെയും മൊയ്തീൻ ശൈഖിന്റെയും സമഅകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതല്ല ഖുറൈശികളും പറഞ്ഞു. റസൂലുള്ളാഹി ഇങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു, നീ എന്തെന്ന് മുഹമ്മദ് ചോദിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? നമ്മ അങ്ങനെ ഇലാഹായിട്ടല്ല, അള്ളാഹ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇലാത്തക്കും ഉസ്സക്കൊക്കെ, അത് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ അള്ളാഹ് പറഞ്ഞു, നബിയെ നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ അവരെന്താ പറയാന്നറിയോ? ഹഉലാഇ ശുഫാഉന ഇൻദല്ലാഹ്, ഇലാഹൊന്നുമല്ല, നമ്മളെ ഷഫീഉ മാത്രാണ്. അപ്പൊ ഒന്നുകിൽ ഇത് സമ്മതിക്കണം, അല്ലെങ്കിൽ എന്ത് പറയണം? നമ്മൾ അബൂജഹലിന്റെ ടീമാന്ന് സമ്മതിച്ചിട്ട് ഇപ്പൊ പറയും പോലെ പഴയ സുന്നി സെന്ററിന്റെ ആൾക്കാരാണ് നമ്മൾ. രണ്ടിലൊന്നും പറയേണ്ടി വരും. ഇസ്ലാമല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രാത്രിയിൽ അലി റളിയല്ലാഹു അൻഹു പറയാണ്, യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഞാൻ റസൂലുള്ളാഹിയെ നോക്കുമ്പോൾ കാണുന്നില്ല, ടെൻഷനായി ഓടിച്ചെന്നു. കൂടാരത്തിൽ നോക്കുമ്പോൾ സുജൂദിലാണ്. പറയുന്നുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ശത്രുക്കൾക്കെതിരെ സഹായം ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ പഠിപ്പിച്ച ആ 2 വാക്ക് മതി മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക്. മൊയ്തീൻ ശൈഖിനെ വിളിച്ചിട്ട് ആ സഹായം ചോദിച്ചതിന്റെ മാനദണ്ഡം എന്താണ്? മൊയ്തീൻ ശൈഖ് കേൾക്കും, സഹായിക്കും എന്ന വിശ്വാസത്തോടെയാണെങ്കിൽ കുഫറാണ്, ഷിർക്കാണ്. അത് വിശ്വസിച്ചവൻ ഇസ്ലാമിന്റെ പുറത്താണ്. അതുകൊണ്ട് ആ പാട്ട് നടക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന ഇമാമിന്റെ ബാക്കിൽ പോയി നിസ്കരിച്ച നിസ്കാരം ബാത്തിലാണ്. ആർക്കാ സംശയമുള്ളത്? ഇനി നമ്മൾ ആ ഇമാമിനെ വിളിച്ച് ചോദിച്ചു, ചങ്ങായി നമ്മൾ ഇദ്ഹാർ ചോദിച്ചിട്ടേ വെള്ളാപ്പല പള്ളിയിൽ നിന്ന് പോയി നമ്മളതിനെ നിങ്ങൾ മൊയ്തീൻ ശൈഖിനെ വിളിക്കുമോ? അങ്ങനെ നമ്മൾ ഉസ്താദ്മാരൊക്കെ പഠിപ്പിച്ചത്. പോകുമ്പോൾ നമ്മൾ നിങ്ങളെ ബാക്കിൽ നിസ്കരിക്കില്ല. ഇനി ചോദിക്കാണ്ടെങ്കിൽ പ്രശ്നമാക്കണ്ട. നമ്മൾ പറഞ്ഞ ഈ പാട്ട് പാടിയ മൗലാനെ വിളിച്ചിട്ട് ചോദിക്കുക, മൊയ്തീൻ ശൈഖിനെ വിളിച്ച കേൾക്കുമോ? ആ കേൾക്കും. നിങ്ങൾക്ക് ശത്രുക്കൾ കയറി നിങ്ങളെ സഹായിക്കോ?
ആ സഹായിക്കും. അപ്പോൾ എന്നോട് പറയാ ഈ വിശ്വാസം കുഫറാണ്, ഷിർക്കാണ്, അതുപോലെ ഞാൻ പോട്ടെ. എന്തില്ല, പോകുമ്പോൾ എന്ത് പറയില്ല, സലാം പറയില്ല. കാരണം സലാം പറയാൻ പാടില്ല. എന്ത് ചെയ്യാം, നമുക്ക് അള്ളാഹുവേ ഈ പാവത്തിന് ഹിദായത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാം. കാരണം വിശ്വാസം ഇസ്ലാമിനെതിരാണ്. സഹായിക്കേണ്ടവൻ അള്ളാഹുവാണ്. മൊയ്തീൻ ഷെയ്ഖിന് സാധിക്കില്ല, കാരണം 700 കൊല്ലം മുമ്പ് മരിച്ചുപോയി. ഇനി ബസിർ ഫുആദി സിറാതൻ അൻത സാലികുഹു വല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു. എന്താ അർത്ഥം? ഹൈദർ ഷാ കണ്ടോ, ഹൈദർ ഷാക്ക് തങ്ങൾക്ക് തന്നെ അറിയില്ല, പിന്നെ സാധാരണക്കാരനെ അറിയാൻ പറ്റുമോ അതിൻ്റെ അർത്ഥം? കണ്ടോ, ഇതിങ്ങനെ പാടുകയാണ് ആൾക്കാര്. ഇനി ഇത് ഓതിയ മുഴുവൻ ഒട്ടിക്കഴിഞ്ഞ അർത്ഥം അറിയോ? ഇല്ല. ഓനിത് കേട്ട് തത്തമ്മ പൂച്ച വിളിച്ചിട്ട് വന്നതാണ്, ഓനിന്റെ അർത്ഥം അറിയില്ല, അത് ചിന്തിച്ചിട്ടേ ഇല്ല. ഇതിങ്ങനെ ഉപ്പ പണ്ട് പറയുന്നുണ്ടല്ലോ, ഒരു സ്റ്റൈലിൽ ഇങ്ങനെ നിൽക്കുന്നു, ഇരിക്കുന്നു, ആടുന്നു, പാടുന്നു, ഇങ്ങനെ ഒരു രസം. ഇടയ്ക്ക് കൽക്കണ്ടി അടിക്കുന്നു, ഇടയ്ക്ക് ഉള്ളി അടിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ബിരിയാണിന്റെ മണം ഇങ്ങനെ വരുന്നു, അപ്പൊ കുറച്ച് ഉഷാറാവുന്നു. ഇതേ ഉള്ളൂ, വേറൊന്നുമില്ല. പക്ഷെ ഈ പാട്ട് എഴുതിയ സദഖത്തുള്ള എഴുതിയതല്ല, അയാൾക്ക് വിശ്വാസമുണ്ട്. ആവശ്യ പൂർത്തീകരണത്തിന് മുസ്ലിമീങ്ങൾ ചൊല്ലേണ്ടതാണ് എന്ന വിശ്വാസത്തിനാണ് അച്ചങ്ങ എഴുതിയിട്ടുള്ളത്. ഇത് പ്രചരിപ്പിക്കുന്ന ഉസാ ഹസനിയെ പോലുള്ള, പേരോട് സഖാഫിയെ പോലുള്ള ടീംസിലും ഇതിൽ വിശ്വാസമുണ്ട്. ഇത് ശരിയാ പറയുന്നത്. പേരോടിന് ചെറിയൊരു വിശ്വാസക്കുറവ് വന്നിട്ടുണ്ട്. തവസ്സുലേ ഉള്ളൂ, ഇസ്തിഹാസ ഇല്ല എന്നാ പറഞ്ഞ്. പക്ഷെ ശിഷ്യൻ ചെവിക്ക് പിടിച്ചിട്ട് പഠിപ്പിച്ചു, ഉസ്താദെ ശരിയല്ല, ഇസ്തിഹാസ ഉണ്ട്, നമ്മൾ നേർക്ക് നേരെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാം മറുപടി വേണ്ടത്. പേരോട് സഖാഫി ആർക്ക് പറയണം? ശിഷ്യനെ ഒന്നുകൂടി പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാടാ തവസ്സുൽ മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് പറയണം? ഇതൊന്നും ശരിയല്ല, ഇതെല്ലാം നമുക്ക് നിർത്താവാം, നമുക്ക് മുജാഹിദാവാം എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തണം. എന്താ അർത്ഥം? ബസ്സുർ ഫുആദി, എന്റെ ഹൃദയത്തിന് അങ്ങ് വഴി കാണിക്കണമേ, കാണിച്ചു തരണമേ. സിറാത്തൻ, സിറാത്തുൽ മുസ്തഖീം, അൻത സാലികുഹു, നിങ്ങൾ ആ വഴിയിൽ പ്രവേശിച്ചിട്ടുണ്ട്, നിങ്ങൾ ഹിദായത്തിലാണ്. ആ ഹിദായത്ത് എനിക്കൊന്ന്, എന്റെ ഹൃദയത്തിന് നിങ്ങളൊന്ന് കാണിച്ചതാ. ഫല്ലാഹു അഅതാകഹു, അത് അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വഅൻത മാലികുഹു, ഇപ്പം സിറാത്തുൽ മുസ്തഖീമിന്റെ അധികാരം നിങ്ങൾക്കുള്ളതാണ്. ഇവൻ എന്താക്കണം? ഇവനെ തങ്ങൾ എന്ന് പറഞ്ഞ് പൂമാലയിട്ട് സ്വീകരിക്കേണ്ടത് വിശ്വസിക്കുന്നവന്, ഇവനെ ഖാദിയാക്കേണ്ടത് നാട്ടിലെ ജമാഅത്തിന്റെ എന്ത് ഖാദി എന്നാ പറയാ, എല്ലാം കൂടിയിട്ടുള്ള ഖാദിയല്ലേ, സംയുക്ത ഖാദിയാക്കേണ്ട ഈ ടീമിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുത്ത് അല്ലാഹു പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. അത് അള്ളാന്റെ റസൂലിന് അധികാരം എന്തായാലും ഇല്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ മൊയ്തീൻ ഷെയ്ഖിന് തീരെയില്ല, ഇത് പച്ച കളവാണ്. കളവ് എന്നല്ല, ഇത് അള്ളാന്റെ മേൽ ആരോപണം കെട്ടിച്ചമക്കലാണ്. അള്ളാഹ് അങ്ങനെ കൊടുത്തിട്ടില്ല. അള്ളാഹ് അങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ പേരിൽ കളവ് പറയാം. വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ, അള്ളാന്റെ പേര് കളവ് കെട്ടിച്ചമച്ച് പറയുന്നതിനേക്കാളും വലിയ അക്രമി ആരുണ്ട് എങ്കിൽ സദഖത്തുള്ളയാണ് ഏറ്റവും വലിയ അക്രമി ദുനിയാവിലെ. ഈ തമിഴ്നാട്ടുകാരൻ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ എണ്ണാച്ചിയാണ് ഏറ്റവും വലിയ അക്രമി. കാരണം അള്ളാന്റെ പേരിൽ കളവ് പറഞ്ഞിരിക്കുന്നു. ഉദ്ദേശിക്കുന്ന അള്ളാഹു സിറാത്തുൽ മുസ്തഖീമിന്റെ അധികാരം കൊടുത്തിട്ടൊന്നുമില്ല. അള്ളാഹുന്റെ റസൂലിന് കൊടുത്തിരുന്നുവെങ്കിൽ ബിലാലിനേക്കാൾ ആദ്യം ആര് മുസ്ലിമാവും? അബൂജഹൽ മുസ്ലിം, അബൂ താലിബ് മുസ്ലിം ആയിട്ടുണ്ടാവും. കാരണം അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? അബൂ താലിബ് പറഞ്ഞല്ലോ, മോനെ ആൾക്കാർ കളിയാക്കും പരിഹസിക്കും, വേണ്ട, ചെവി പറഞ്ഞോളി. ആ ഒറ്റ വാക്ക് കൊണ്ട് ഞാൻ മൂത്താപ്പ അള്ളാന്റെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി വാദിക്കും സ്വർഗം വാങ്ങിച്ചേരാൻ. അപ്പോഴാണ് വന്നത് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. നബിയെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്നതിനെ കൊണ്ടൊന്നും ഞാൻ എന്ത് ചെയ്യില്ല, ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കൂല. അത് എൻ്റെ പണിയാണ്, ഞാൻ കൊടുത്തോളാം, അതെൻ്റെ പണിയാണ്. ആ പണി അള്ളാഹു എടുത്തതാണ്. ബിലാലിനെ കൊണ്ടുവന്ന ആദ്യം, ഖബ്ബാബ് ആദ്യം വന്ന്, അമ്മാർ ഇബ്നു യാസറ വന്നത്. അങ്ങനത്തെ കുറെ അടിമകളും കുറെ ഒന്നുമില്ലാത്ത ആൾക്കാരും വലിയ വലിയ ബുദ്ധിജീവികൾ ബദറിൽ പോയിട്ട് ചത്തു മലഞ്ഞു. 70ഓളം ആളാ ചത്തത് ബദറിൽ, വലിയ ബുദ്ധിജീവികൾ, നേതാക്കന്മാരും. ഹിദായത്ത് അള്ളാഹുന്റെ റസൂലിന്റെ കൈമലാണെങ്കിൽ റസൂലുള്ളാഹി ദുആൻ എന്താ, അള്ളാഹുവേ രണ്ടാൽ ഒരു ഉമറിനെ കൊണ്ട് നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ. ഒന്ന് ഉമർ ബിൻ ഖത്താബ്, മറ്റത് അംർ ബിൻ ഹിഷാം, അബൂജഹൽ. അപ്പൊ പിന്നെ കൊടുത്താ പോരെ? പക്ഷെ ഇല്ല. ആ ജൂത പയ്യന്റെ വീട്ടിൽ പോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ അസ്ലിം തസ്ലം, മോനെ മുസ്ലിം ആയിക്കോളൂ, രക്ഷപ്പെടാം. ഓൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ പറഞ്ഞു, അബുൽ ഖാസിം, മുഹമ്മദായി പറയുന്നു, കളവ് പറയില്ല, നീ അംഗീകരിച്ചോളി. ഓൻ കലിമ പറഞ്ഞു. പുറത്തു വന്നിട്ട് ദുആ ചെയ്തു. എന്തായിരുന്നു ദുആ? ഞാൻ കൊടുത്തുന്ന അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ,
നരകത്തിൽ നിന്നും അവനെ സംരക്ഷിച്ച അള്ളാഹുവേ നിനക്ക് സ്തുതി. കാരണം ഹിദായത്തിൻ്റെ അധികാരം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളതാണ്. അതാണ് മൊയ്‌ദി ശേഖിന് ഈ അണ്ണാച്ചി കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ മൊയ്ലാലി വായിക്കുന്നത്. ഖുർആനെതിര് അള്ളാഹിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ച് പറയൽ മാത്രമല്ല, മരിച്ചുപോയ ശേഖിനോട് സിറാത്തുൽ മുസ്തഖീം ഹിദായത്തിലാക്കാൻ വേണ്ടി ചോദിക്കലും പക്കാ കുഫറും ശിർക്കും. പിന്നെ ഇവൻ കാഫിറാണെന്നും മുശ്രിക്കാണെന്നും പറഞ്ഞതെന്താ തെറ്റ്? ഇത് അള്ളാഹ്ക്ക് മാത്രമുള്ളതല്ലേ. കുഫർ പറഞ്ഞവന്റെ പേര് കാഫിർ എന്നല്ലേ, ശിർക്ക് ചെയ്തവന്റെ പേര് മുശ്രിക്ക് എന്നല്ലേ. വ്യക്തികളെ പേരെടുത്തിട്ട് കാഫിർ മുശ്രിക്കാക്കുന്നതല്ലേ പ്രശ്നം. അങ്ങനെ ആക്കുന്നില്ല. ഇത് ചെയ്തവൻ ഹുക്മൻ കാഫിർ മുശ്രിക്കുവാണ്. അതിൽ തെറ്റുണ്ടാ? അടുത്തത് എന്താ പറഞ്ഞ? ചതുർ തെളിവാ. നേരത്തെ എന്താ പറഞ്ഞ? ചതുർ പ്രമാണം. അതിനെതിരായിട്ട് എന്താ ഉള്ളതെന്ന് കേട്ടോളി. വനജ്ജിനി മിൻ ലദാഫിഹാ മഹാലികുഹു, വനജ്ജിനി നീ എന്നെ രക്ഷപ്പെടുത്തണമേ. മിൻ ലദാ, എന്താ ലദാ? നസാഅത്തൻ ലിശ്ശവാ തദ്ഉ മൻ അദ്വറ വതവല്ല, തലയോട്ട് വരെ കത്തിച്ചു കളയുന്ന നരകം. അതാണ് ലദാ. അതിൽ നിന്നെ നീ സംരക്ഷിക്കണമേ. ഫീഹ മഹാലികുഹു, ആ നരകത്തിൽ വലിയ വലിയ അപകടങ്ങൾ അടിയിരിപ്പുണ്ട്. അങ്ങനത്തെ ഇതിൽ നിന്നും നീ രക്ഷപ്പെടുത്തണമേ. സുൽത്താന കുല്ലി വലിയിൻ മുഹയ്യദ്ദീനി, വലിയ ശേഖിനോട് ഖുർആൻ പറഞ്ഞെന്താ? വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ. ഇബാദുർ റഹ്മാൻ, റഹ്മാന്റെ അടിമകൾ പറയും, അല്ലാഹുവേ നരകത്തിന്റെ ശിക്ഷ എന്നെ തൊട്ട് നീ മാറ്റിക്കളയണമേ, അത് കൈപ്പുള്ളതാണ്, മോശമായ സ്ഥലമാണ്, എനിക്ക് താങ്ങാൻ പറ്റൂല എന്ന് എൻ്റെ അടിമ എന്നോട് പറയും. നരകത്തെ സൃഷ്ടിച്ച എന്നോട് എന്ന് അള്ള പറയുമ്പോൾ മണ്ണാച്ചി എഴുതുന്നു, മൊയ്‌ദി ശേഖിനോട് ചോദിച്ചാൽ മതി എന്ന്. ഇതന്നെ എതിര്. അതുകൊണ്ട് ഇതൊക്കെ തുടക്കത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രം. അങ്ങോട്ട് പോയാൽ പിന്നെ ഇസ്ലാമിനെ കളിയാക്കുന്ന, പിന്നെ പരിശുദ്ധ ഖുർആനെ നിഷേധിക്കുന്ന, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊച്ചാക്കുന്ന, അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന പലതും കുതുബിയ്യത്തിന്റെ വരികളിൽ കാണാൻ കഴിയും. എന്നിട്ട് ചങ്ങായി പറയാണ്, എല്ലാ ബൈത്തും വിമർശന വിധേയമാക്കാറില്ലല്ലോ. അപ്പോൾ കുതുബിയ്യത്തിലെ ചില വരികൾ മാത്രം വിമർശന വിധേയമാക്കുമ്പോൾ ആ ബൈത്തിൽ എന്ത് പ്രമാണവിരുദ്ധമാണെന്ന് സത്യസന്ധമായി പറയാൻ ഇവർക്ക് കഴിയില്ല. അതാ ഈ പറഞ്ഞ ഇപ്പൊ എല്ലാ ബൈത്തും വിമർശന വിധേയമാക്കൂല. നമ്മളെന്താ പൊട്ടന്മാരാ? ഉള്ള ബൈത്ത് മൊത്തം ശിർക്കെന്നും കുഫറെന്നും പറയാൻ. കുഫറും ശിർക്കും ഉള്ള ബൈത്ത്. ഇപ്പം മുങ്കൂസ് മൗലിദിന്റെ വരികൾ ഇത് അയാസനമൽ ഈദില്ലദീ സഫ ഹൗലഹു സനാദീദു മിൻ വഫ്ദിൻ ബഈദിൻ വമിൻ ഖുറബി. ജവാബ് വേണ്ടേ? പിന്നല്ലേ അത് ثلاث تنكست مقلوبا فماذاك قل لنا فمن حزننا قدرت العير بالسحب وإن كنت من ذنب نتينا فإننا نبوء بإقرار ونلوي عن الذنب. ഇതും ബൈത്താണ്. നമ്മൾ ഇതിനെ ഈ ബൈത്തുകളെ വിമർശിക്കുന്നത് ഇത് പിരാന്ത് എന്ന് പറഞ്ഞിട്ടാണ്. ഈ പറഞ്ഞ ഈ 3 വരികളുണ്ടല്ലോ, ഇത് ചൊല്ലിയിട്ട് ഖുർആൻ ഒരു സഖാഫി കുട്ടിയാന്ന് തോന്നുന്നു, യൂട്യൂബിൽ ഇപ്പം പ്രചരിക്കുന്നുണ്ട്. ചങ്ങായി പറയാൻ ലൈലത്തുൽ ഖദറിനേക്കാളും ഉഷാറായ ദിവസമാണ് ഏത്? റബീഉൽ അവ്വലിന്റെ അന്ന് ജിബ്രീലല്ലേ വരുന്നുള്ളൂ. ഇത് റസൂലുള്ളാഹി വന്ന ഇതല്ലേ, അന്ന് ജിബ്രീൽ വരുന്നുള്ള മഹത്വം ഖുർആൻ അല്ലാഹു പറയുന്നത്. ചങ്ങായി പറയാം അന്ന് ജിബ്രീലല്ലേ വരുന്നുള്ളൂ, ഇത് റസൂലുള്ളാഹി വന്ന ദിവസമല്ലേ. ഇതികൾ എന്താ ഈ അവസ്ഥ? ഈ 3 വരി ഞാൻ ഇപ്പൊ ഒരു കാര്യം ഉദാഹരണത്തിന് ഈ വീഡിയോ പിന്നീട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയാൻ. ഉദാഹരണത്തിന് ഞാനിങ്ങനെ മലയാളത്തിൽ പറയാണ്, പിന്നെ ബിംബമേ നിന്റെ ചുറ്റുഭാഗത്തും ഇതാ കുറേ ആൾക്കാർ വന്ന് കൂടിയിരിക്കുന്നു നിന്നെ പൂജിക്കാൻ, നിന്നെ ആരാധിക്കാൻ. ആ സമയത്ത് നീയാണെങ്കിൽ തലയും കുത്തി വീണിട്ട് കിടക്കുന്നു. എന്തു പറ്റി? എഴുന്നേക്ക്, നമുക്ക് ആരാധിക്കണം, പൂജിക്കണം. നീ വീണ സങ്കടത്തിൽ നമുക്ക് വലിയ സങ്കടവും വിഷമമുണ്ട്. നീ എന്താ ഇങ്ങനെ വീണ് കിടക്കുന്നത്? നമ്മൾ ചെയ്ത പാപം കൊണ്ടാണോ? തെറ്റുപറ്റിപ്പോയതാണോ? നമ്മൾ തൗബ ചെയ്യുന്നു, മാപ്പാക്കിയിട്ട് എഴുന്നേറ്റ് വാ എന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആത്മീയത വന്നോ? അതിൽ എന്തെങ്കിലും ഒരു കൂലി കിട്ടുന്നതായിട്ട് തോന്നിയോ? ഇയാൾ ഇതിപ്പോൾ ഇങ്ങനെ പറയുന്നത്. എന്നാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞാലോ,
أيا صنم العيد الذي صف حوله صناديد من وفد بعيد ومن قرب. ആൾക്കാർ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ഞാൻ നേരത്തെ മലയാളത്തെ പറഞ്ഞപ്പോൾ വെറൊരു കഥ, ഇത് അറബി പാടിയപ്പം ഖുറാനേക്കാളും വലുത്. ഇതാണ് മൂലാമാല തട്ടിപ്പ്. മലയാളത്തിൽ കഥ വായിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക സംഭവം, പക്ഷെ അറബി പാട്ടിലൊക്കെ ആകുമ്പോൾ എന്താവും, ഒരു ആത്മീയത ഇനി വരും. പിന്നെയോ നേരത്തെ ബിംബമേ നീ എന്താ ഇങ്ങനെ വീണ് കിടക്കുന്നു, തനക്കസ്ത മഖ്ലൂബൻ ഫമാദാക ഖുല്ലനാ ഫമിൻ ഹുസ്നിനാ ഖദ്ദറത്തിൽ ഈറു ബിസ്സുഹുബി. പാടുമ്പോൾ പെണ്ണുങ്ങളൊക്കെ സാരിത്തുമ്പെല്ലാം തലയിലിട്ടിട്ട്, ഏത് ആണുങ്ങളൊക്കെ കണ്ണെല്ലാം മോലോട്ടാക്കി തൊപ്പയിലിട്ടിട്ട് യാ അല്ലാഹ് സ്വലാത്തുൻ വതസ്ലീം. ആ ടെൻഷനിൽ ഭയങ്കര ഇത് കഥ പറഞ്ഞതാണ്. ഖുസൈ ഗോത്രത്തിലെ അമ്പലത്തിൽ അന്ന് നടന്ന കഥ പറഞ്ഞു മാത്രം. പിരാന്തി നമ്മൾ പറയുക. എല്ലാ ബൈത്തിലും കുഫറും ശിർക്കുമില്ല, പക്ഷെ ഇങ്ങോട്ട് ഇങ്ങനെ വന്നിട്ട് കുറച്ച് കഴിയുമ്പോണ്ട് ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രി വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അവിടെയാണ് പ്രശ്നം. ആ ബൈത്തിൽ നമ്മൾ എന്ത് ചെയ്യും, വിമർശിക്കും. നേരത്തെ പറഞ്ഞ പൊട്ടത്തിൽ എന്നിട്ട് വിടാം, ഒരു കഥ പാട്ടാക്കി പാടിയെന്നേ ഉള്ളൂ. ഇതങ്ങനെയല്ല, വെറും ബൈത്തല്ല. ഇത് നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേർക്ക് നേരെ മാപ്പാക്കി തരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഞാൻ ചെയ്തു പോയ ആ തെറ്റുകളെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് ഇതാ അവലാതി പറയുന്നു, മാപ്പാക്കി തരണമേ എന്ന അല്ലാഹുവിന്റെ റസൂലിനുള്ള ദുആ ശിർക്കാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേർക്ക് നേരെ വിളിക്കുന്നവൻ മുശ്രിക്കാണ്. അതുകൊണ്ട് എല്ലാ ബൈത്തിനെയും വിമർശിക്കാതെ കുഫറും ശിർക്കും മാത്രമുള്ള ബൈത്തിനെ വിമർശിക്കുന്നത്. ഖുതുബിയ്യത്തിനിടയിൽ 1000 വട്ടം വിളിക്കൽ തന്നെ വിളിക്കുന്നവർക്ക് ഉത്തരം നൽകുമെന്ന് ഗൗസുൽ ആലം പറഞ്ഞതനുസരിച്ചാണ്. വെറുതെ വിളിക്കുന്നതല്ല, ഗൗസുൽ ആലമിന്റെ പേരിൽ കളവ്, പച്ചക്കളവ്. ഷെയ്ഖ് ജീലാനിയോട് പറഞ്ഞ എന്നായും ആവശ്യം തൗഹീദിന് വേണ്ടി പടവെട്ടിയിട്ട് മരണപ്പെട്ട മനുഷ്യനാണ് ഷെയ്ഖ് ജീലാനി ബഗ്ദാദിൽ. താരീഖ് വായിച്ചു നോക്കിയേ. അദ്ദേഹം മോനോട് പറഞ്ഞത്, മോനെ കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്. നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ, നിന്റെ കൽബിൽ എത്ര ഇലാഹുകളാണ്? ചോദ്യം പോകുന്ന എങ്ങോട്ടാ അറിയോ? കാരന്തൂരേക്കും ചെളാരിയിലേക്കും കുരുവട്ടൂരേക്കും. നീ എന്തിനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? ഓന്റെ മനസ്സിൽ ഇപ്പോഴും ഇലാഹാര സി എം. പകരം പറഞ്ഞെന്താ അറിയോ? മരിക്കാൻ കിടക്കുന്ന സി എം സി എം സി എം സി എം അങ്ങനെ പറഞ്ഞെന്താ പറഞ്ഞ. എന്താ അവസ്ഥ മരിക്കാൻ ലഖിനു മൗതാക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരിക്കാൻ കിടക്കുന്ന ആളടുത്ത് പോയിട്ട് നിങ്ങൾ പറയണം ലാ ഇലാഹ ഇല്ല. വെറുതെ പറഞ്ഞാലും പോരാ, ഖുൽ. മരിക്കാൻ കിടക്കുന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു പറ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാന്ന് പറയണം. അതാ പറഞ്ഞത്. അപ്പോഴാ പകരം മൗലവി പറയണം. പകരം മനസ്സിലായോ? നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിന് സ്വപ്നജീവി എന്ന് പറയപ്പെടും. അതാണ് ആ മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞ് സി എം സി എം സി എം. ഭാഗ്യമാണ് സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അങ്ങനെ കണ്ടോളി. സി എം മരിക്കുന്ന സമയത്ത് എന്ത് വിളിക്കണം? ഹായ് 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 ഹായ്. എവിടെ എത്തിയെന്ന് ആലോചിച്ച് നോക്കിയേ. മുസ്ലിം ഉമ്മത്തിന്റെ ഒരു ദുരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബാക്കി ആ പഠിച്ചോനെ റബ്ബന്നെ ഒരര പോലും അനുകൂലെന്നാ പറയുന്നത്. ഇവരൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 കോടി പറഞ്ഞിട്ടും ഒരു ഉപകാരവുമില്ല. അത് നമ്മളിപ്പോൾ പറയും പോലെ തന്നെ. ആരാ? കുമാരനും പിന്നെ നൗഷാദും വർഗീസും കുഞ്ഞിക്കോയയും മുല്ലക്കോയയും ഒക്കെ പറയുന്ന സമം. കാരണം കൽബിൽ ഇഷ്ടം പോലെ ഇലാഹുകളുണ്ട്, പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു കാര്യമില്ല. ശരി, അപ്പം കുതുബിയ്യത്തിൽ 1000 പ്രാവശ്യം എന്നെ വിളിക്കണമെന്ന് ഗൗസുൽ ഓലം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ പറയുന്നത്. ഏതാണത്? പച്ചശിർക്ക്. അദ്ദേഹത്തിന്റെ മേലുള്ള കളവ് 1. 2 പച്ചശിർക്ക്. അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ
1000 പ്രാവശ്യം ഒറ്റക്കിരുന്ന് ആരെങ്കിലും രാത്രിയിൽ ഞാൻ ഉത്തരം കൊടുക്കുമെന്ന വിശ്വാസത്തോടെ വിളിച്ചാൽ അജബ്തുഹു മുസ്രിഅൻ, ഞാൻ പെട്ടെന്ന് അവൻ ഉത്തരം കൊടുക്കും. മിൻ അജ്ലി ദഅവതിഹി, അവന്റെ ദുആ കാരണത്താൽ. ഫല്യദ്ഉ, അവൻ വിളിച്ചോണി യാ ഷെയ്ഖ് മുഹീദ്ദീൻ. അതുകൊണ്ട് നമ്മളൊരു മൂലാരെ കണ്ടില്ലേ വീഡിയോയില്, ഒരു തസ്ബീഹ് മാലന്റെ വളയും ഒരു ജാതി ഒരു കോലം കെട്ടലും ഒരു അത് ജിഫ്രിക്കുണ്ട്. ജിഫ്രി മീൻസ് ജിഫ്രി മുത്തുക്കോയ, മുത്തുവ മുല്ലയാ, നീ അങ്ങോട്ടും കൂടെ മാറിപ്പോവും. കുഞ്ഞി മുത്തു മുല്ല എല്ലാം മാറിപ്പോവും. മുത്തുക്കോയ അയാൾക്കുണ്ട് വള, ഏതിൻ്റെ തസ്ബീഹ് മാലന്റെ. അതെന്തിനാ അത്? പിന്നെ ഒരു വടിയും. ഹക്കീം ചാക്കുണ്ട് വടി. ഹക്കീം ചാക്ക് മനസ്സിലായ? ഹക്കീം ചാക്ക് അല്ല, അവരൊക്കെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാർ നമ്മളങ്ങനെ ആദരിച്ച് ബഹുമാനിച്ചിട്ട് മഹാനുഭാവം തന്നെ പറയാം. ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആൾക്കാരെ ഹക്കീം ഷാ പറഞ്ഞല്ലോ, യൂണിവേഴ്സിറ്റിയിലെ പള്ളി നമ്മൾ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് നേടിയതാണ്. പോയില്ലോ, അവന്റെ കാര്യം ഓൻ ഔട്ടായില്ലേ. ബദരീങ്ങളോട് പ്രാർത്ഥിച്ചിട്ട്, തവസ്സുലാക്കിയെന്നല്ല, പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കിട്ടിയതാണ് ഇത്ര 313 നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ. പിന്നെ ഓനെങ്ങ ഹക്കീം ഷാ തന്നെയാണ് പറഞ്ഞാൽ വിളിക്കണ്ട്. അല്ലെങ്കിൽ കാക്ക, മലപ്പുറക്കാരനല്ലേ ഹക്കീം കാക്ക, ഏത് കാക്കു, ഹക്കീം കാക്കു. 33 വടി. ഈ വടിന്റെ കുട്ടൻസ് എന്താന്ന് തിരിയുന്നില്ല. വീടൊക്കെ മദീനത്ത് ഹജ്ജിന് പോയ സമയത്ത് പിന്നെ ഹജ്ജിന്റെ ചെയർമാൻ ഇല്ലേ ഇപ്പോഴത്തെ, ആരാ? അല്ലപ്പാ, ഹജ്ജിന്റെ എന്തേലും പറയാ, ഏപ്പിന്റെ കാന്തപുരത്തിന്റെ ഒക്കെ ആരോ ആണ് അയാള്. ഒരു സഖാഫി പൈസയാണ് അയാളെയുമുണ്ടാ വടി. ഈ വടി ഇവര് വിചാരിക്കുന്ന വെച്ചാൽ ഭയങ്കര എന്തോ പുണ്യകർമ്മമോ. അതല്ല സംഭവം. അതാണ് സൗദിയിലെ ബതുക്കളെടുത്ത് നടക്കുന്ന സാധനം ഇപ്പൊ ഇവിടുത്തെ തങ്ങന്മാരെടുത്തിട്ട് നടക്കുകയാണ്. ബതുക്കൾ എന്തിനാ? ആട്ടിനെ മേയ്ക്കാനും ഒട്ടകത്തിന് അടിക്കാനും ഒട്ടകത്തിന് പുല്ല് ചൊല്ലി കൊടുക്കാനൊക്കെ എടുത്തത് ഇവര് ഭയങ്കര സംഭവമായിട്ട് എന്തോ ഇതുപോലെയാണ് അതുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ഈ വീഡിയോയിലുള്ളതെന്ന് വെച്ചാൽ ആ തസ്ബീഹ് മാലന്റെ വളയും ആ വടിയും. മടവൂരേ ഷെയ്ഖോരേ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് കുറെ പാവപ്പെട്ട മുത്തല്ലിമുള്ളതിന്റെ ബാക്കിന്ന് മടവൂരേ ഷെയ്ഖോരേ. ഇതേത് ഇസ്ലാം? എന്ത് ഇസ്ലാം? അത് തങ്ങൾ തന്നെ. എനക്കും തങ്ങളായി കൊള്ളാന്നുണ്ട്. കന്തൂറയും മോതിരം എന്തായാലും ഉണ്ട്. മോതിരം 2 കൂടി ഉണ്ട്. തന്നെ ചോപ്പും ഉണ്ട്, ഒരു മഞ്ഞയും ഉണ്ട്. അതും ഇടുക, ഒരു ഷാളും ഇടുക, ഒരു തലയിക്കെട്ടും കെട്ടുക. വെറുതെ കിട്ടുന്ന ചുംബനങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനാ കയ്യിൽ മഹാന്മാരുടെ അല്ലേ. എന്തോ ഒരു മുസ്ലിം ഇസ്ലാമിനെ പറ്റി എന്താണ് ധാരണ, മുസ്ലിം ആരാണ്, ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇവരെന്താ ഇതിനെ പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്നു, ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്തെല്ലോ കാട്ടിക്കൂട്ടുകയാണ്. എല്ലാം ഇസ്ലാം, എല്ലാം മുഹമ്മദ് മുസ്തഫാന്റെ ആൾക്കാർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒറ്റയ്ക്ക് വിളിച്ചാൽ വിളി കാരണം ഞാൻ എന്ത് ചെയ്യും? ഉത്തരം കൊടുക്കും. ഫല്യദ്ഉ അബ്ദുൽ ഖാദിർ മുഹയ്യിദ്ദീനി, വിളിച്ചോളി യാ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഇതുകൊണ്ടാണ് നമ്മൾ ഈ സാധനത്തെ വിമർശിക്കുന്നതും ഇത് ശരിയല്ല എന്ന് പറയുന്നതും. അപ്പോഴാണ് ഈ സഖാഫി കൂട്ടം പറയുന്നത് എന്താ അറിയോ? പിന്നെ കുത്തുബിയത്തിനിടയിൽ 1000 വട്ടം വിളിക്കൽ തന്നെ വിളിക്കുന്നവർക്ക് ഉത്തരം നൽകും എന്ന് ഗൗസുല്ലാഹ് പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഇസ്തിഗാസയാണ്, അനുസരിച്ചുകൊണ്ടുള്ള ഇസ്തിഗാസയാണ്. ഇസ്തിഗാസ തവസ്സുലിന്റെ അർത്ഥത്തിൽപ്പെട്ടതാണെന്ന് ഇമാം ഇബ്നു ഹജർ ഹാഷിയത്തുൽ ഈദാഹിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇസ്തിഗാസ തവസ്സുലിന്റെ അർത്ഥത്തിൽ മാത്രമേ ഉള്ളൂ, നേർക്ക് നേരെ വിളിക്കുന്നു എന്നല്ലാന്ന് ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ് പറഞ്ഞു വെക്കുക, എന്ത് പറയില്ല, അദ്ദേഹം ഒന്നും പറയൂല, ഇങ്ങനെ പറഞ്ഞു നോക്കുക, ആ മൊയ്തീൻ ശൈഖിനെ വിളിക്കാം, നമ്മൾ എന്ത് ചെയ്യും? പിന്നെ എന്റെ സംശയം എന്താ? ഇബ്നു ഹജറിന് തെറ്റുപറ്റിയിരിക്കുന്നു നമ്മൾ പറയും. അതാ സലഫികളുടെ പ്രത്യേകത, അതാണ് വ്യതിരക്തത. ബുദ്ധിയുള്ളവനും ബുദ്ധി ഇല്ലാത്തവനും തമ്മിൽ, പ്രമാണമുള്ളവനും പ്രമാണമില്ലാത്തവരും തമ്മിൽ, കാര്യം മനസ്സിലാക്കിയവനും മനസ്സിലാവാത്ത സഫീഹും തമ്മിലുള്ള വ്യത്യാസം അതാണ്. കാരണം ദീൻ എന്താ അറിയോ? ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ് വഫഹ്മുസ് സഹാബ. ഖലാസ്. അതിനെതിരെ ആര് പറഞ്ഞാലും ഏത് കൊമ്പം പറഞ്ഞാലും തൽക്കാലം നമ്മൾ സൈഡിലേക്ക് മാറ്റി വെക്കും. അവർക്ക് തെറ്റുപറ്റിയതാവാം, മുജ്തഹിദീങ്ങളാണ്, അവർക്ക് ശരി പറഞ്ഞാൽ 2 കൂലിയുണ്ട്, തെറ്റിപ്പോയാൽ 1 കൂലിയുണ്ട് ഇജ്തിഹാദിന്റെ. അതുകൊണ്ട് അവർ കുറ്റപ്പെടുത്തൂല്ല. നമ്മൾ തൽക്കാലം തെറ്റിപ്പോയതാണ്, നമ്മൾ വിശ്വസിക്കാൻ തയ്യാറില്ല, അവർ നമ്മൾ മാറ്റി വെക്കും. കാരണം വ്യക്തിപൂജ ഇസ്ലാമിലില്ല. ഇനി കേട്ടോളിയേ,
എത്ര വലിയ ധിക്കാരവും അഹങ്കാരികളുമാണ്. ബൈത്തിൽ പറയുന്നത് പ്രകാരം വിളിച്ചിട്ട് യാതൊരു മറുപടിയും കിട്ടുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഇത് വിളിയോട് വിളി, രാത്രി ലൈറ്റ് ഓഫ് ആക്കി നിന്നിട്ട് ആടുന്ന് തൂങ്ങുന്ന് പറയുന്നു പാടുന്ന്. അതിൻ്റെ അടുത്ത് കൽക്കണ്ടി കുറെ ചിലവാന്ന് വീട്ടുകാരൻ കൽക്കണ്ടി കുറെ തിന്നല്ല, ഇത് വരുന്നില്ല, ഉത്തരവും കിട്ടുന്നില്ല, എന്താ ഈ സംഗതി, ആകെ ടെൻഷൻ, ആകെ പ്രശ്നം. അങ്ങനെ പല ആൾക്കാരും. കാരണം ഏതെങ്കിലും മുതലാളി പറഞ്ഞിട്ടുണ്ടാവും, എല്ലാമായി ഇന്നലെ രാത്രി മൊത്തം വിളിച്ചിട്ട് ആള് വന്നിട്ടല്ലോ. പണ്ട് ചില മൂലന്മാരുണ്ടാവും കുരുട്ട് ബുദ്ധിക്കാർ, അവർ ഇരുട്ടത്ത് എന്ത് ചെയ്യും, മൈദപ്പൊടി വിതറും, മൈദപ്പൊടി. എൻ്റെ എല്ലാവരും ഇങ്ങനെ ആടി 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 ഒരു ശൈത്താനിയത്ത് വരാനുണ്ട്. യൂട്യൂബ് കാണും നിങ്ങൾക്ക്. ആടി തുള്ളി ആടിയിട്ട് മാറുമ്പോൾ മൂലാൾക്ക് പതുക്കെ പോയിട്ട് ആളെ നിന്നിട്ട് വരും, മൈദപ്പൊടി നിന്നിട്ട് വരും. അങ്ങനെ ലൈറ്റ് ഓണാക്കുമ്പോൾ ഉണ്ടാവും 2 കാലിൻ്റെ അടയാളം. ഷേഖ് വന്നിട്ട് പോയി. മറ്റോ ഇരുന്നിട്ട് വന്നതാ അഭിനേതാവ് മൂലാർക്ക് കത്തിച്ച പറ്റിക്കാൻ. ഇതേ പറ്റിക്കലാണ്. പിന്നെ ഇരിക്കാനാ വല്ല പണി, ചെല്ലവേ പറ്റിക്കലാണ്. പിന്നെ ബാക്കി ചെയ്താൽ പോരാ, അങ്ങോട്ട് ഒന്നുമില്ലാന്നേ. കാണുന്നതിന് പണ്ടേ കുത്തുബിയത്തിന് പോകുന്ന ആൾക്കാർ പറയാം, ലേറ്റ് കെടുത്താൻ കാത്തിക്കലാണ് കൽക്കണ്ടി വാരി കീശയിലിടാൻ. ദർശ പോകുമ്പോൾ തിന്നോണ്ട് പോവല്ല, വേറെ ഗുണമൊന്നും അതിലില്ല. ഇങ്ങനെ ഇസ്ലാമിനെന്തോ വിമർശകർക്ക് വിമർശിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന മന്ദബുദ്ധികൾ. വേറെന്താ പറയാ, മുസ്ലിം ഉമ്മത്തിൻ്റെ ചെറുപ്പക്കാരെ ഇസ്ലാമിനോട് ഒരുതരം വെറുപ്പുണ്ടാക്കാൻ ഇവർ കാണിച്ചു കൊടുക്കുന്ന ക്ലിപ്പുകൾ ഇതൊക്കെയാണ്. ഈറ്റിങ്ങളെ ചാട്ടം, തനയക്കെട്ടും കെട്ടിയിട്ട് ഇങ്ങനെ ചാടുകയാണ്, ചുബയും തുണിയിട്ട്. ഇപ്പം കന്തൂറയൊക്കെ എല്ലാവരും. ഇപ്പം നമ്മളെയും കാണുമ്പോൾ ആൾക്കാർ കോഴിക്കോട് തന്നെ കാണുമ്പോൾ ചോദിക്കും, മർക്കസിൽ വന്നതാ. ഇത് കേൾക്കുമ്പോൾ തന്നെ അടിയിൽ ഇങ്ങനെ ഇറങ്ങി വരും, മർക്കസിൽ വന്നതാ. കാരണം എൻ്റെ പോലെ വെള്ളിമാട് വന്നു മർക്കസിലേക്കുള്ള വഴിയാണ് അവിടെ. ചിക്കൻ വാങ്ങാൻ പോയാലും പച്ചക്കറി വാങ്ങാൻ പോയാലും ആരെങ്കിലും കണ്ടാൽ മർക്കസിലേക്കാ. പിന്നെ ഇപ്പം ഞാൻ ജുബ്ബ ഇട്ടിട്ട് സാധനം വാങ്ങാൻ പോക്കില്ല, കന്തൂറ ഇട്ടിട്ട് ടീഷർട്ടും ഒരു തുണിയും വാങ്ങി വെച്ച് പുറത്തു പോകുമ്പോൾ. കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ജാതി ഒരു വിഷമം വരുന്ന മനസ്സിന്. കാരണം അവരെ ടീം എന്ന് പറയുന്നതിനെ കൊണ്ട് വേറെ ഏത് ടീം പോയാലും ആ ടീമിലേക്കില്ല, ഷിർക്കിൻ്റെ ടീമിലേക്കില്ല. ഷിർക്കല്ല, എന്തതിന് പറയാ, മറ്റതൊക്കെ അസ്ലിയായ കുഫറാണ്, ജനിച്ചപ്പോഴേ അങ്ങനെ തന്നെ. പക്ഷെ ഇത് ധിക്കാരികളാണ്, വഴികെട്ടവരാണ്. എല്ലാം അറിഞ്ഞിട്ടും ബോധ്യപ്പെട്ടിട്ടും മനഃപൂർവ്വം ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കാനായി മാത്രം കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു ടീമാണ്. അവരെ കൂടെന്ന് പോലും പറയാൻ പറ്റില്ല. പിന്നെ ഈ സെൽഫികൾക്ക് കൊണ്ട കാറ്റ് കൊള്ളുന്നത് നിങ്ങൾക്ക് നല്ലതാ. മറ്റേ തങ്ങൾ പറഞ്ഞ പോലെ മംഗലാപുരത്തെ സെൽഫി കയറിയ ബസ്സിൽ കയറാൻ പാടില്ല, കയറിയാൽ തന്നെ ഓൻ്റെ മുമ്പിൽ നിൽക്കണം, ബേക്കിൽ നിന്നൂടാൻ. കാരണം സെൽഫി മുമ്പിലാണെങ്കിൽ കാറ്റടിക്കുമല്ലോ. അപ്പോൾ ആ കാട്ടി സെൽഫിനെ കൊണ്ടിട്ട് ബാക്കിലേക്ക് വരുന്നതെങ്കിൽ നീ സെൽഫി ആയി പോകും. ദേഷ്യ വെറുപ്പ് വന്നിട്ട് കളി ഇവന്റെ പരിപാടി നടക്കുന്നില്ല. സെൽഫികളെല്ലാം വിളിച്ചിട്ട് കൊണ്ടുവരല്ലേ, തെങ്ങന്മാർ കാണിക്കുന്ന സർവ്വതോന്നിവാസവും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കല്ലേ. അപ്പൊ എങ്ങനെങ്കിലും ജനങ്ങളെ കൊണ്ടൊന്ന് വെറുപ്പിക്കാനുള്ള പണിയായത്. ചപ്പക്കുറ്റിക്കൊന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു സെൽഫി. ഖുറാനിലോ ഹദീസിലോ ചോദിച്ചാൽ കൊടുത്തോളണം ചപ്പക്കുറ്റിക്ക്. ഇങ്ങനെ തങ്ങം പ്രസംഗിച്ചു കൊടുക്കേണ്ട നാട്ടുകാർക്ക് ഖൈർ. അപ്പൊ ഇത് കേട്ടോ, അങ്ങനെ ബൈത്തിൽ പറയുന്ന പ്രകാരം വിളിച്ചിട്ട് യാതൊരു മറുപടിയും കിട്ടുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. മറുപടി ലഭിച്ച പല സംഭവങ്ങളും ഉണ്ട്. കുട്ടൂസനും മായാവിൻ ഡിങ്കന്റെ കഥ കേട്ടിട്ട് അതേപോലത്തെ പല സംഭവങ്ങളും ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എത്ര പറഞ്ഞിട്ടുണ്ട്, എത്ര കഥകളുണ്ട്. ഗർഭാശയത്തിലുള്ള പെൺകുട്ടിയെ ആൺകുട്ടിയാക്കിയ കഥ വരെ ഉണ്ട്. മൂത്തടം ഷെയ്ഖ് മൂപ്പര് പറഞ്ഞ ICUവിൽ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് പോയി എന്നാണ് ആര്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഈസി ആയിട്ട് പറഞ്ഞങ്ങ് തീർത്ത്. ഇതാരെ പറ്റിയാ പറയുന്നതെന്ന് ചിന്തിക്കണ്ടേ. ആരും അറിയാണ്ട് വന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് അങ്ങ് പോയി. മൂപ്പര പറഞ്ഞു എടക്കരയിൽ വന്നിരുന്നു. നമ്മളീ പൂച്ചക്കൊടായത് വലിയ നഷ്ടമായി പോയി. എടക്കരയിൽ റസൂൽ വന്നിട്ട് പോയിട്ടുണ്ട് പള്ളിയിൽ. മറുപടി ലഭിച്ച സംഭവങ്ങൾ ഉണ്ട്. ഇനി നോക്കണേ, ഇനി ചിലപ്പോൾ കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ആ വിളി ബൈത്തിൽ പറഞ്ഞ ക്രമത്തിലാവാത്തത് കൊണ്ടും നിബന്ധനകൾ ഒത്തത് ആകാത്തത് കൊണ്ടുമാണ് എന്ന് പറഞ്ഞാൽ ഉത്തരം ലഭിക്കുമെന്ന ദൃഢവിശ്വാസത്തോടു കൂടിയും മറ്റും വിളിക്കണമെന്നാണ് ബൈത്തിൽ പറഞ്ഞത്. അത് തെറ്റിച്ചത് കൊണ്ടാണ് ഷെയ്ഖിന് ഇഷ്ടപ്പെട്ടിട്ട. എടാ നീ ഇങ്ങനെ കൽക്കണ്ടിക്ക് കൊണ്ട് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഉത്തരം തരണമെങ്കിൽ എന്നെ ശരിക്കും നല്ല നീയത്തോടെ ഇഖ്ലാസോടെ വിളിച്ചെങ്കിലേ ഉത്തരം കിട്ടുള്ളൂ. അതായത് അള്ളാഹുവിനോടുള്ള ദുആഇന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഷർത്തുകൾ ആർക്ക് നേരെയാക്കി മോദി ഷെയ്ഖിനോടുള്ള ദുആക്ക് വിട്ടുകൊടുത്തു. അത് ശരിയാവാത്തത് കൊണ്ടാണ് വിളിച്ചിട്ട് ഉത്തരം കിട്ടാത്തത്. മരണമടഞ്ഞ മഹാത്മാക്കളോട് സഹായം അർത്ഥിക്കുന്നതിന്റെ മര്യാദയെ സംബന്ധിച്ച് ഇമാം ഖസാലി പറഞ്ഞത് ഇപ്രകാരമാണ്: അമ്പിയാക്കൾ, ഇമാമിയങ്ങൾ മുതലായവരുടെ പരിശുദ്ധാത്മാക്കളിൽ
പരിശുദ്ധാത്മാക്കളിൽ നിന്ന് ആവശ്യ നിർവഹണം സാധിക്കുന്നത് രണ്ട് മാർഗങ്ങൾ ഒത്തുകൂടുമ്പോഴാണ്. ആവശ്യക്കാരന്റെ ഭാഗത്ത് നിന്ന് സഹായമർത്ഥനയും മറുഭാഗത്ത് നിന്ന് സഹായിക്കലുമാണ് ആ മാർഗങ്ങൾ. അപ്പൊ പരിശുദ്ധാത്മാവെന്ന് പറയുമ്പം ആര്? മറ്റേ ഇതല്ല, ഏത് മാർപ്പാപ്പയും അവർ പരിശുദ്ധാത്മാക്കള് അതല്ല. ഈ മൊയ്തീൻ ശൈഖിനെ പോലത്തെ ഔലിയാക്കള് അവരെ സഹായിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന്, സഹായം അർത്ഥിക്കുന്ന ഇഖ്ലാസ് വേണം ചോദിക്കുന്നവന്, മറ്റാൾക്ക് തരാൻ തോന്നുക കൂടി വേണം. ഇത് രണ്ടും ഒലിക്കുമ്പോഴേ കാര്യം നിർവഹിക്കുള്ളൂ. ആവശ്യക്കാരന്റെ ഈ നിലപാട് ആ ശുപാർശകന്റെ ആത്മാവിനെ ഉണർത്തുവാൻ സഹായകമാവുന്നതും അപ്പോൾ ആ പരിശുദ്ധാത്മാവ് അവനെ സഹായിക്കുന്നതുമാണ്. അങ്ങനെ ആ ഇഖ്ലാസും ആ ഒരു ഭീതിയും ആ ഒരു തഖ്വയോടും കൂടി ചോദിക്കുമ്പം ആ ആത്മാവ് ഇങ്ങനെ ഉണരും. മറ്റെന്ത് ചെയ്യും? ആ സഹായം ഇട്ടുകൊടുക്കും. ആവശ്യക്കാരന്റെ ഹൃദയം മുഹീദ്ദീൻ ശൈഖിനെ ഓർക്കുന്നതിൽ വ്യാപൃതമാകുവാൻ 1000 വട്ടം വിളിക്കുന്നതിനും അത് ഇരുട്ടത്ത് വെച്ചാവുന്നതിനും പ്രത്യേക സ്ഥാനമുണ്ട്. കാരണം ഇഖ്ലാസ് തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്? ഇരുട്ടത്ത് നിന്നിട്ട് വിളിക്കുന്നത്. അത്ര ഇഖ്ലാസോടെ മനസ്സിൽ മുഹീദ്ദീൻ ശൈഖിനെ മാത്രം കൊണ്ടുവന്നിട്ട് വേണം വിളിക്കാൻ. ഈ പറയുന്ന ഈ ഷർത്തുകളും ഇസ്ലാമും എങ്ങനെ ഒന്നിക്കാന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അള്ളാഹുവിനെ പറ്റിയല്ല അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. നിന്നും ഇരുന്നും കിടന്നും ഓർക്കേണ്ടത് അള്ളാഹുവിനെ സംബന്ധിച്ചാണ്. ഇത് മുഹീദ്ദീൻ ശൈഖിനെ പറ്റി ആവാനാണ് ഈ കുതുബിയത്തുകാരൻ പറയുന്നത്. ഇനി ഇത് നോക്ക്, അഹങ്കാരം നോക്കിക്കോളൂ. ദിക്റിന്റെ അവസരത്തിൽ വിളക്ക് കെടുക്കണമെന്ന് സലാലിമുൽ ഫുദല മുതലായ കിതാബുകളിൽ പ്രസ്താവിച്ചത് സ്മരണീയമാണ്, പൊട്ടത്തിലാണ്. ആകയാൽ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം നൽകുമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പ്രസ്താവിച്ചിരിക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയുടെ നിബന്ധന ശരിപ്പെടാത്തത് കൊണ്ട് പല അവസരത്തിലും മറുപടി ലഭിക്കാറില്ലല്ലോ. അപ്പൊ ആരെ വിളിക്കുമ്പോലെ ശൈഖിനെ വിളിക്കുന്നത്? മഅദല്ലാഹ്. അതാണ് തോക്കെ പറഞ്ഞത്, അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ ഉയരട്ടെ. ഓന്റെ കഥ കഴിഞ്ഞില്ലേ? ഓൻ അള്ളാന്റെ ഖുദ്റത്ത് സംശയിച്ചില്ലേ? വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലെങ്കിൽ അങ്ങനെ സംശയാസ്പദമായിട്ട് പറയാനും പാടുണ്ടോ അള്ളാഹിനോട്? അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ ഉയരട്ടെ എന്നൊരു മുസ്ലിമിന്റെ നാവും വർത്താനം വരൂല, അത് പറയാനേ പാടില്ല. അതായി പറഞ്ഞ അള്ളാഹുവും അങ്ങനെ കൊടുക്കാണ്ടിരിക്കുന്നുണ്ടല്ലോ ചോദിച്ചോണ്ട് ഇഖ്ലാസ് നോക്കിയിട്ട്. അതേപോലെ തന്നെ മുഹീദ്ദീൻ ശൈഖ് എന്ത് നോക്കുന്നുണ്ട്? നമ്മളെ ഹൃദയത്തിന്റെ കാര്യം നോക്കുന്നുണ്ട്. അതേ മുഹീദ്ദീൻ ശൈഖിന്റെ കുതുബിയത്ത് നടത്തുന്ന ഹാളിലെ പണ്ടാരം കുമാരൻ കൊണ്ടുപോയി രാത്രി. പിറ്റേന്ന് കമ്മിറ്റി മൊത്തം പോലീസ് സ്റ്റേഷനിൽ. എസ് ഐ ചോദിച്ചു, എന്തപ്പാ പണ്ടാരം കാണുന്നില്ല? ഏത് പണ്ടാരം? മുഹീദ്ദീൻ ശൈഖിന്റെ നേർച്ചക്ക് വെച്ച പണ്ടാരം. നിങ്ങളല്ലേ പറഞ്ഞ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള സാധനം കുപ്പിയിലുള്ള സാധനം പോലെ കാണുന്ന മനുഷ്യനാണ്. നിങ്ങൾക്ക് എന്നെ ചോദിച്ചാൽ പോരെ മുഹീദ്ദീൻ ശൈഖിനോട് പണ്ടാരം ആരാ കൊണ്ടുപോയി ചെയ്യുന്നു? അല്ല സാർ അങ്ങനെ പറയല്ലപ്പാ, ഒരു ജാതി കളിയാക്കുമ്പോഴേ ഇപ്പോൾ എല്ലാം അല്ലേ, എന്തോ ഒരു കൗമ്. ശരി, ഇത് കണ്ടോ? അപ്പൊ ഇവർക്ക് തന്നെ അറിയാം ഈ പരിപാടി ഇപ്പം പുതുതായിട്ട് നമ്മൾ ഇസ്ലാമിൽ നിന്ന് മുസ്ലിമീങ്ങളെ അകറ്റാൻ തുടങ്ങിയതാണ്. ആൾക്കാരെ പറ്റിക്കാനുള്ള പരിപാടിയാണ്, കാശുണ്ടാക്കാനുള്ള പരിപാടിയാണ്. ജൂതൻ വിചാരിച്ച പോലെ കുഫറും ശിർക്കും പ്രചരിപ്പിച്ച് ഇസ്ലാമിൽ നിന്നും അകറ്റാനുള്ള ഏർപ്പാടാണ്. ഇതൊന്നും ഇമാമിങ്ങളോ മുൻഗാമികളോ ചെയ്തിട്ടില്ല എന്നവർക്ക് തന്നെ അറിയാം. അത് പറയുന്ന പക്ഷെ ഇങ്ങനെയാണ്, ഇസ്തിഗാസ അനുവദനീയമോ സുന്നത്തോ ആക്കുന്ന കാര്യത്തിൽ മദ്ഹബിന്റെ ഇമാമിങ്ങളോ അഖീദന്റെ ഇമാമിങ്ങളോ അങ്ങനെ പ്രവർത്തിക്കുന്നതിനും പ്രവർത്തിക്കാതിരിക്കുന്നതിനും സ്ഥാനമില്ല. അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ, അവർ പ്രവർത്തിച്ചിട്ടില്ലേ, അതൊന്നും ചോദിക്കണ്ട, അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം അവർ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് ഇവർക്കറിയാം, ഒരു മാനദണ്ഡമില്ല, തെളിവില്ല. അതിനാൽ ഇത് സംബന്ധിച്ച് ചോദ്യം അസ്ഥാനത്താണ്. അതുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ നിൽക്കണ്ട, നമുക്ക് മറുപടിയില്ല, മുൻഗാമികൾക്കൊന്നും ഇത് പരിചയമില്ല. അവർ ചെയ്തോ ഇല്ലേ, അതൊന്നും ഈയുമായി ബന്ധപ്പെട്ട് ചോദിക്കേണ്ട കാര്യമൊന്നുമല്ല. മുഹീദ്ദീൻ ശൈഖിനേക്കാൾ ശ്രേഷ്ഠമായ ഖുലഫാ ഉർ റാഷിദീങ്ങൾ മുതലായവർ തങ്ങളെ 1000 വട്ടം വിളിച്ചാൽ ഉത്തരം നൽകുമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളും വിളിക്കുന്നില്ല. നല്ല ഉത്തരം. നമ്മളെന്തിനാ ശൈഖ് ജീലാനി വിളിക്കുന്നത്? 1000 വട്ടം വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശൈഖ് ജീലാനി, കളവ്. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമ്മൾ വിളിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടില്ല, അദ്ദേഹം പറയൂല. കാരണം അദ്ദേഹം മുഅ്മിനാണ്. അദ്ദേഹം നിങ്ങൾ പോലത്തെ ആൾക്കാർക്ക് ഈ ഷിർക്കിന്റെ കുഫറിന്റെ പരിപാടികൾ തുറന്നു കൊടുക്കുന്ന ടീമല്ല ഖുലഫാ ഉർ റാഷിദീങ്ങൾ. അതുകൊണ്ട് റബീഉൽ ആഖിർ മാസത്തിൽ ഇതിന് സംഭവിക്കാനിരിക്കുകയാണ്, പള്ളികളിൽ നടക്കാനിരിക്കുകയാണ്. നമുക്കിത് ഇല്ലാണ്ടാക്കാൻ പറ്റുന്നില്ല.
അതിപ്പോൾ നബിദിനാഘോഷ പരിപാടിയെ പറ്റി അതിൻ്റെ ബിജാത്തും കാര്യങ്ങളൊക്കെ പ്രസംഗിക്കാനും പറയാനും തുടങ്ങിയിട്ട് കാലം എത്രയായി? നിൽക്കുന്നില്ല. അതിന് ഖിയാമ ഇതിനേക്കാൾ വിപുലമായിട്ടായിരിക്കും ഇനി അടുത്ത വർഷം അങ്ങോട്ട് സംഘടിപ്പിക്കപ്പെടുക. പക്ഷേ നമ്മളിത് ആർക്കെങ്കിലും ഒരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ, ഒരാളെങ്കിലും ആ തെറ്റ് തിരുത്തി ഇസ്ലാമിൻ്റെ രാജപാതയിലേക്ക് വന്നാൽ ഖൈറുൽ ലക മിന ദുനിയ വമാ ഫീഹാ. അതുകൊണ്ട് മൊയ്‌ലി ശേഖരൻ നേർക്ക് നേരെ വിളിച്ച് സഹായം ചോദിക്കുന്ന, കാവല് ചോദിക്കുന്ന, ആവശ്യം പറഞ്ഞിട്ട് ഇടപെടിപ്പിക്കുന്ന ഏർപ്പാടാണ് ഈ കുത്തുബിയത്തും അതിൻ്റെ വരിയും ഒക്കെ. തമിഴ്നാട്ടുകാരനായ ഇപ്പറഞ്ഞ സദഖത്തുള്ള എന്ന് പറയുന്ന അയാൾ ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. മീകായിലിനെ നേർക്ക് കാണുകയും മീകായിലിനെ കൊണ്ട് മഴ പെയ്യിപ്പിക്കാൻ ധൈര്യം കാണിക്കുകയും ചെയ്യുന്ന കള്ള കറാമത്ത് പ്രചരിപ്പിക്കപ്പെട്ട ഒരു വ്യക്തി ഉണ്ടാക്കിയ സംഗതിയാണ്. അതിനൊന്നും അർത്ഥമില്ല. നമ്മൾ പറയുന്നത് അള്ളാഹുവിലേക്ക് മടങ്ങി. ഇദാ സഅൽത ഫസ്അലില്ലാ. എന്തെങ്കിലും ആവശ്യമുണ്ടോ അള്ളാഹിനോട് ചോദിക്കും. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ. സഹായം വേണോ അള്ളാഹിനോട് സഹായം ചോദിക്കും. ഖുർആൻ പറയുന്നത് അതാണ്, റസൂലുള്ളാഹി പറഞ്ഞത് അതാണ്, ജീവിച്ച് കാണിച്ചതും അതാണ്, മുൻഗാമികൾ ചെയ്ത അതാണ്. അതിലേക്ക് മടങ്ങലെ വിജയത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൂ. അതുകൊണ്ട് മടങ്ങുക. ആര്? സഖാഫിമാരും മദനിമാരും ഹുദവിമാരും. നിങ്ങൾ കിതാബിലൊക്കെ ഓതി പഠിച്ചല്ലോ, ഖുർആനിലൊക്കെ ഓതി പഠിച്ച അള്ളാഹു ഉണ്ടല്ലോ, അവനിലേക്ക്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അടിമക്ക് അള്ളാഹു പോരെ, മതി റബ്ബേ മതി, എല്ലാത്തിനും നീ മാത്രം മതി. കാരണം ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.